കൂടെ പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും വിശുദ്ധനും നിഷ്കളങ്കനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നത്. എൻ്റെ സഹായകൻ ദൈവമാണ്. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗാത്മാവിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല. ദാരിദ്ര്യത്തിനോ ഞെരുക്കത്തിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ വാരി വിതറി കൊടുക്കുന്നവനാണ്. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദൈവത്തിൻ്റെ സകല സമൃദ്ധിയും അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നതിനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം നമ്മുടെ നടുവിലുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ നമ്മുടെ നടുവിൽ നടക്കുന്നല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. നമ്മളെ തന്നെ എണ്ണണം, ഇതെൻ്റെ പരാജയ സമയം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാനോ തകർക്കപ്പെടുവാനോ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴോട്ട് പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗം, വചനചിന്തയല്ല, വചനഭാഗം എന്തിനെപ്പറ്റിയുള്ളതാണ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരം. വേലക്കാരന് കൂലിയുണ്ട്, വേലക്കാരന് കൂലിക്ക് യോഗ്യനുണ്ട്. ആമേൻ. നിങ്ങൾക്ക് സൗണ്ട് എല്ലാം ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിന് ശേഷം കുറച്ച് താമസിച്ചാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നലെ കേട്ട വചനഭാഗം ഇതാണ്: അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകനാക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, മക്കളെങ്കിലോ അവകാശികളാണ്. ഇതിൻ്റെ ഈ അനുഗ്രഹം കൂടാതെ നമുക്ക് ലഭിക്കുന്ന എക്സ്ട്രാ ബ്ലെസ്സിങ് ആണ് സുവിശേഷത്താലുള്ള ബ്ലെസ്സിങ്. അതായത് നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിട്ടിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും, കൂട്ടവകാശം ഉണ്ടാകും, സ്വർഗീയ നന്മ, എല്ലാ കൃപാവരങ്ങളും നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ ദൈവം സന്തോഷിച്ച് സന്തോഷത്തിൻ്റെ അകത്തുനിന്നും നമുക്ക് പ്രതിഫലം തരുന്നത്. അതായത് ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തലമാണ് ശുശ്രൂഷ തലം. അതായത് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ കർത്താവ് ഏറ്റെടുക്കുന്നു. അപ്പോൾ സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, പല ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതനായിട്ടോ ഒരു ബ്രദറായിട്ടോ ഒരു പാസ്റ്ററായിട്ടോ ഇരിക്കുന്നതല്ല സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമായിരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. സുവിശേഷം ഒരു വേലയായിട്ട് ബൈബിൾ കാണാൻ കാരണം ദൈവം ഇതിന് പ്രതിഫലം തരുന്നത് കൊണ്ടാണ്. അപ്പം പ്രതിഫലം ലഭിക്കുന്ന ഒരു വേലയാണ് സുവിശേഷ വേല. ഇത് മനുഷ്യൻ്റെ പ്രതിഫലമല്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന സുവിശേഷമല്ല യഥാർത്ഥത്തിൽ. പകരം ദൈവം എനിക്ക് പ്രതിഫലം തരും. ദൈവം പൈസ തരുന്നയാളല്ല, ദൈവത്തിൻ്റെ സകല നന്മകളും കർത്താവ് എനിക്ക് സുവിശേഷം നിമിത്തം തരുന്നതാണ് സുവിശേഷ പ്രവൃത്തി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ നിങ്ങളൊരു മനസ്സ് കാണിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. ആമേൻ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മർമ്മം മറന്നു പോരുത്. അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയായിത്തീരണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മകളെ കാണുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഞാൻ ആ വാക്യങ്ങളെ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ആ വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആമേൻ. ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ കേട്ട് വന്ന ഭാഗ്യത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എത്ര പേര് ഇന്നലെ എന്ത് ചെയ്തു, ഒരു തീരുമാനമെടുത്തു, കർത്താവേ ഞാൻ അങ്ങയുടെ നാമത്തിൽ. അപ്പോൾ സുവിശേഷ വിലയെന്ന് പറഞ്ഞാൽ പ്രസംഗം മാത്രമല്ല, മറ്റൊരു വ്യക്തിയെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുന്നവൻ. അങ്ങനെ ഞാൻ തയ്യാറാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അപ്പോൾ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ചിലർ പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ ഒരു ലാഭവും നോക്കിയിട്ടല്ല, അങ്ങനെയൊന്നുമല്ല, എനിക്ക് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുവാൻ ഇഷ്ടമാണ്. നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അതിനെന്ത് ചെയ്തു, അതിന് പ്രതിഫലം തരും. നിങ്ങൾ ഈ വാക്യം നോക്കി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ശ്രദ്ധിച്ചോണം, ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകൻ ആക്കും. ഞാൻ കർത്താവിൻ്റെ സുവിശേഷം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ വലിയ മർമ്മം എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം, ചിലപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കുടുംബക്കാരും വ്യക്തികളൊക്കെ ചിലപ്പോൾ നിങ്ങളെ പരിഹസിച്ചേക്കാം, നിങ്ങളെ ആ വ്യക്തി എന്ത് ചെയ്തില്ല, ചിലപ്പോൾ ആ വ്യക്തി നോ പറഞ്ഞേക്കാം, എനിക്ക് ആരുടെയും പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ നാണം കെടുത്തിയേക്കാം. പക്ഷെ ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ ഞാൻ വരുവാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിലൂടെ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ ശ്രദ്ധ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വരുവാനുള്ള ഏക മാർഗം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവം സന്തോഷിക്കുകയാണ്. നമുക്ക് ആ വാക്കൊന്നെടുക്കാം. ഞാൻ ആ കർത്താവ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്ക്, അതിൽ 70 പേര് മടങ്ങി വന്ന് കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലം, നമ്മളെപ്പോഴും പറയുന്നത് വിശ്വാസ പ്രഖ്യാനല്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരത്തില്ല. ഒരിക്കലും നിനക്ക് ഒരു ദോഷവും. അപ്പം നീ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇനി കൂടോത്രക്കാരൻ്റെ വീട്ടിലാണെങ്കിലും ഏത് രോഗമുള്ളവൻ്റെ വീട്ടിലാണെങ്കിലും, ഇനി ക്യാൻസറോ ട്യൂമറോ പൈശാചിക ബന്ധനമോ ഉള്ളവൻ്റെ വീട്ടിലാണെങ്കിലും നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വാക്യപ്രകാരം ഒന്ന് പറഞ്ഞേ, എന്നാ സംഭവിക്കുന്നത് അവിടെ? ഞങ്ങൾക്ക് കണ്ടേ, നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പം നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാകരുത് ആ രോഗം എന്നെ ബാധിക്കുമെന്നോ ആ പിശാച് എന്നെ പിടിക്കുമെന്നോ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബൈബിൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ചിലർ പറയും, ബ്രദറെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു തലവേദന വന്നു, എനിക്കൊരു പ്രശ്നം വന്നു, എനിക്കൊരു വിഷയം വന്നു. ഉടനെ നമ്മുടെ ചിന്ത പോകുന്നത് നമ്മൾ അവിടെ പോയത് കൊണ്ടാണ്. ഇപ്പം അങ്ങനെ ഒരു പോക്കില്ലെങ്കിലോ, നിങ്ങൾ അവിടെ പോയില്ല, അന്നത്തെ ദിവസം ഒരു തലവേദന വന്നാൽ നിങ്ങൾ പറയുമോ അത് അവിടെ പോയത് കൊണ്ട്? അവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോകുന്ന വഴി നിങ്ങളുടെ കാറ് പഞ്ചറായി അല്ലെങ്കിൽ സ്കൂട്ടർ പഞ്ചറായി, പെട്ടെന്നൊരു തലവേദന വന്നു, ഉടനെ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? സാധാരണഗതിയിൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? എന്തായിരിക്കും പറയുന്നത്? ഉടനെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് തല. ഇനി പോട്ടെ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നില്ല, രാവിലെ നിങ്ങൾ കടയിൽ പോയപ്പം കാറ് പഞ്ചറായി, ബൈക്ക് പഞ്ചറായി, തലവേദന വന്നു, ഉടനെ നിങ്ങൾ എന്നാ പറയും? നിങ്ങൾ പറയും ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസം, വണ്ടിയും പഞ്ചറായി. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ നമ്മൾ വിഷയം മാറ്റിയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഭയങ്കര മടുപ്പായിരുന്നു, വണ്ടിയും പഞ്ചറായി, തലവേദന എടുക്കുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്ന അന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ അതുമായിട്ട് കണക്റ്റ് ചെയ്യും. ശ്രദ്ധിച്ചോണം, അതുമായിട്ട് കണക്റ്റ് ചെയ്യും. ഇനി ചില സമയങ്ങളിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വഴിക്ക്, ഞാൻ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നൊരു കാറ് പെട്ടെന്ന് പഞ്ചറായിട്ട് ടയർ പൊട്ടിപ്പോയി. കാര്യം ആ ടയർ നല്ല ടയർ അല്ലായിരുന്നു. ടയർ പൊട്ടിപ്പോയിട്ട് ഞങ്ങളൊരു വണ്ടി സൈഡിലാക്കി. ഞാൻ ആ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും. ഇനി
അല്ലാത്ത പക്ഷം ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം നിങ്ങൾ നോക്കിയ ലൂക്കോസ് 10:19 ഇങ്ങനെ ഒരു വചനം ഉള്ളിടത്തോളം കാലം യേശുക്രിസ്തു നേരിട്ട് പറയുകയാണ്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. അതായത് നിങ്ങൾ ഇനി സാക്ഷാൽ ലൂസിഫറിനെ ശാസിച്ചാലും ഇറങ്ങിപ്പോടാ പിശാച് എന്ന് പറഞ്ഞാലും അവന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് ഈ വാക്യം മാറിപ്പോകണം. ഈ വചനം ഉള്ളിടത്തോളം കാലം, ഇത് വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളെ തൊടാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ വചനം ഉള്ളിടത്തോളം കാലമല്ല, ഈ വചനം വിശ്വസിക്കുന്നിടത്തോളം കാലം. പലർക്കും സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? പലരും വിശ്വസിക്കുന്നത് ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചടി കിട്ടുമെന്ന്. അതിൻ്റെ അർത്ഥം ഇവർ ഈ വചനത്തെ വിശ്വസിക്കുന്നില്ല. പകരം ഏതാ അവർ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ വ്യക്തിയുടെ മേലുള്ള ദുരാത്മാവ് എന്നെ തകർക്കുമെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ബൈബിൾ എന്നോട് പറയുന്നു, നിനക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വിശ്വസിച്ചാൽ മതി. ഉടനെ ആരെങ്കിലും പറയും, എൻ്റെ അനുഭവം സഹോദരിക്ക് കേൾക്കണോ, ഞാൻ ഇന്നോളം അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്ന പൊന്നു സഹോദര, ബൈബിൾ തുറക്കും, ലൂക്കോസ് 10:19 എടുക്കുക. ഈ വചനം ദൈവം പറഞ്ഞതാണല്ലോ. ദൈവത്തെക്കാൾ ഉപരി ഞാൻ നിങ്ങളെ വിശ്വസിക്കത്തില്ലെന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ ഞാൻ ഏറ്റെടുക്കത്തില്ലെന്നുള്ള ധൈര്യം കാണും. അല്ലാതെ നിങ്ങൾ അവിടെ പോയി ഒപ്പിക്കാൻ നിൽക്കരുത്. ഒപ്പിക്കാന്ന് പറയുന്നത് നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിൽക്കരുത്. ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ വിളിച്ചു പറയേണ്ട വാക്യമാണ്, ഇനി കടല് തിരമാല മുഴുവൻ അടിച്ച് എൻ്റെ കുടുംബത്തിൽ കയറി വന്നാലും ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ശ്രദ്ധിച്ച, വരുത്തുകയില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ഒന്നും എനിക്കൊരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം? പകരം ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ പോയി സുവിശേഷം പറയണം. നിങ്ങൾ ചെന്നാലേ ഉള്ള കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു മർമ്മം. ഏറ്റവും വലിയ മർമ്മം. ഞാൻ ആ വാക്യം ഒന്നും എടുത്തില്ല, ആർക്കെങ്കിലും ആ വാക്യം അറിയാൻ തുടങ്ങണം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകേണ്ട ഇടത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നൊരു വാക്കുണ്ട്. അതൊന്ന് പെട്ടെന്ന് ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഇവിടെ മുതൽ ആ വാക്യം ഒന്ന് ആ വാക്യം അറിയാവുന്നതെടുത്ത്, അപ്പോൾ ഞാൻ ഈ വാക്യം ഒന്ന് വായിക്കാം. പെട്ടെന്ന് ആ വാക്യം അറിയാവുന്നതെടുത്ത്. അനന്തരം കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്ത് താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്ക് അവരെ ഈരണ്ടായി അയച്ചു. അപ്പം ഞാൻ പറഞ്ഞ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ ഇന്ന് ആ റെഫറൻസ് ഞാൻ എടുക്കാത്തതുകൊണ്ട് അത് ഞാൻ വാക്കി എടുത്തുകൊണ്ട് വന്നില്ല. കൊയ്ത്ത് വളരെയുണ്ട്. ശ്രദ്ധിച്ചോ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. എന്താണ് ഈ വേലക്കാരെന്ന് പറഞ്ഞാൽ? വേലക്കാരെന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ല, വേലക്കാരെന്ന് പറഞ്ഞ വാക്കിനർത്ഥം വേലക്കാരൻ. എന്തെങ്കിലും ചെയ്യുന്നവര്. ആ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവര്. ഇവിടെ നിങ്ങൾ ആ വാക്ക് നന്നോണം. കർത്താവ് നടക്കുന്നത് the 70 sent out after these things the Lord appointed. ശ്രദ്ധിച്ചാൽ ആ വാക്ക് ലോർഡ് അപ്പോയിന്റഡ് എന്നൊരു വാക്കാണ്. അതായത് ദൈവം അവരെ നിയമിച്ചു. നമ്മളെ മലയാളത്തെക്കാളും കുറച്ച് നല്ല അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ദൈവരാജ്യത്തിൽ അപ്പോയിൻമെന്റ് ചെയ്ത ആളുകളാണ് ഇവര്. അപ്പൊ എന്താണ് അവരുടെ ക്വാളിറ്റി? അപ്പൊ ചോദ്യം, ബ്രദറെ, എനിക്ക് ആ ജോലി കിട്ടാൻ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയുടെ അടുക്ക പോയി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ അപ്പോയിൻമെന്റ്. ഇതാണ് നിങ്ങളുടെ അപ്പോയിൻമെന്റ്. ഈ വിശ്വാസമാണ് ഈ അപ്പോയിൻമെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. ദൈവം എന്നെ അതിനാക്കി വെച്ചിരിക്കും. നമ്മളിപ്പോൾ പലപ്പോഴും ചെയ്യുന്നത്, ഒരു വിഷയം വന്നാൽ ലോകത്തുള്ള സകല പ്രയർ ലൈൻ നമ്പറുകളിലേക്കും വിളിച്ചോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തെറ്റല്ല കേട്ടോ, അവരൊക്കെ നല്ലവരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന തെറ്റൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശീലിക്കുന്നില്ല? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരു പ്രവൃത്തിയും നടക്കത്തില്ല, പക്ഷെ ബ്രദർമാരൊക്കെ പ്രാർത്ഥിച്ചാൽ വലിയ സംഭവമാണ്. ഞാൻ ചോദിച്ചോട്ടെ, അവർ വിശ്വസിക്കുന്ന യേശുവിനെ അല്ലേ നിങ്ങളും വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ ശക്തി അറിയാം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി അറിയത്തില്ല. നിങ്ങളുടെ അകത്തോട്ട് കയറിയിരിക്കുന്നത് ബ്രദറിൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് അനുഗ്രഹം. നല്ലതാണ് കേട്ടോ, പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ പ്രാർത്ഥനയും യേശു കേൾക്കും.
അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് ഈ വചനം. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തെപ്പറ്റി സംസാരിക്കുന്നതാണ് കർത്താവിൻ്റെ വചനം. ആമേൻ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ അകത്ത് ഞാൻ താഴേക്ക് വരുവാണ്. അപ്പോൾ എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ജോലികൾ എന്നുള്ളത് നമുക്കൊന്നിപ്പം കർത്താവിൻ്റെ തിരുസന്നിധിയിലൊന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകാൻ ഇടയായിത്തീരും. നമ്മൾ ഇന്നലെ കേട്ടായിരുന്നു മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് നമ്മൾ കേട്ടു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ജോലി. മത്തായിയുടെ സുവിശേഷത്തിൽ 10 നമ്മൾ കേട്ടല്ലോ, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? സുവിശേഷം, ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം, കർത്താവ് എന്നോട് ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്താൽ എനിക്കെന്താ ഗുണം? എന്തുവാ ഇത് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുക്കും. കാര്യം ദൈവത്തിൻ്റെ ആഗ്രഹം, ഒരു വ്യക്തി യേശുക്രിസ്തുവിന് വലിയ ഇഷ്ടമുള്ള നിങ്ങൾക്ക് കർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ഏറ്റവും സന്തോഷിക്കുന്നത് തകർന്നിരിക്കുന്ന ഒരു ഭവനത്തിൽ പോയി നിങ്ങൾ യേശുവിനെ പറ്റി പറയുന്നതാണ്. ആമേൻ. ഇവിടെ പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കുവിൻ. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സൗഖ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യും? സൗഖ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും പ്രാർത്ഥിക്കണം. വീണ്ടും ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെയും സൗഖ്യമായില്ലെങ്കിലോ? ആമേൻ. അപ്പൊ ആരെങ്കിലും പഠിപ്പിക്കുകയാണ്, ബ്രദറെ, ഇനി നിങ്ങൾ രോഗസൗഖ്യത്തെ പറ്റി പറഞ്ഞിട്ട് ഇനി സൗഖ്യമായില്ലെങ്കിൽ ഒരു ക്ലോസ് വെക്കുവാണെങ്കിൽ അത് വിശ്വസിക്കരുത്. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല ബ്രദറെ, ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് ബൈബിളിൽ പറയാമെന്ന് വെച്ചാൽ, സൗഖ്യമായില്ലെങ്കിൽ എന്നൊരു ക്ലോസ് ഞാൻ വെച്ചാൽ യേശു ക്രിസ്തു മുറിവേറ്റത് കള്ളത്തരമാണ് അതിൻ്റെ അർത്ഥം. ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ആ തിരുമുറിവും ആ വേദനയും സത്യമാണേ. ആ വേദന സത്യമാണ്. യേശുവേറ്റ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നിന്ന സ്ഥലത്ത് പെട്ടെന്ന് ഞാൻ ഡോർ അടച്ച സമയത്ത് എൻ്റെ കൈ, ആ വിരൽ ചെറുതായിട്ട് ഇങ്ങനെ ആ ഡോറിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അമങ്ങിപ്പോയി. ചെറിയതായിട്ടുള്ളൂ, പക്ഷേ നമുക്കറിയാം പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിഞ്ച് ചെയ്യത്തില്ലേ, മുറിയത്തില്ല, പക്ഷെ ഒരു പിഞ്ച് പോലെ ഇങ്ങനെ എന്ത് ചെയ്യും, ആ സമയത്ത് ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര വേദന, എനിക്ക് ആ രാത്രി മൊത്തവും ഭയങ്കര കടുകടുപ്പം വേദനയായിരുന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം ഞാൻ വിളിച്ചു, കർത്താവേ, ഈ ഒരു കുഞ്ഞു വേദന പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ മുറിവിനെ പറ്റി ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ രോഗികളായി പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു, സൗഖ്യം നടക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ഞാൻ സൗഖ്യമാകുന്നതല്ലായിരിക്കും എന്ന് പറഞ്ഞ് നിർത്തരുതേ. കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ രോഗം സൗഖ്യമാകുന്നത് തന്നെയാണ്. ഞാൻ സൗഖ്യമാകാതെ ഈ പ്രാർത്ഥന നിർത്തത്തില്ല. അപ്പൊ എന്താ പ്രാർത്ഥിക്കേണ്ടത്? സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണേ എന്നുള്ള ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയല്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ക്യാൻസർ യേശു വഹിച്ചിരിക്കുന്നു, എൻ്റെ തളർവാദം യേശു വഹിച്ചിരിക്കുന്നു, എൻ്റെ രോഗം യേശു വഹിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ പറയണം. ഇനി ഒരു രോഗിയുടെ ചെല്ലുമ്പോഴേക്കും രോഗിയോട് പറയണം, രോഗി അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയണം, നീ പറയണം, യേശു നിന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു എന്നവനെ കൊണ്ട് പറയിപ്പിക്കണം. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറയിപ്പിക്കണം. ഏത് രോഗമാണോ ആ വ്യക്തി ആയിരിക്കുന്നത്, ആ വ്യക്തിയെ കൊണ്ട് രോഗം പറയിപ്പിക്കണം. ഇപ്പം അയാൾ പറയും, എനിക്ക് ഷുഗറും പ്രഷറും ക്യാൻസറും ഒക്കെയാണ്, പറയണം, എൻ്റെ ക്യാൻസർ യേശു വഹിച്ച തെളിവെന്തുവാ? സാക്ഷാൽ അവൻ്റെ രോഗത്തെ വഹിച്ചു. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ദൈവം എന്നെ അയച്ചിരിക്കുന്നു, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുകയാണ്, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ നിന്ന കേട്ടെന്ന് വരും. അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തി നിങ്ങളെ കളിയാക്കിയെങ്കിൽ അതിനും പ്രതിഫലം ഉണ്ടെന്നേ. അയാൾ തിരസ്കരിച്ചു, എനിക്ക് നിന്റെ പ്രാർത്ഥനയൊന്നും വേണ്ട, നീ വലിയ പ്രാർത്ഥനക്കാർ വന്നേക്കെന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കിയാൽ അതിനും പ്രതിഫലമുണ്ട്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ, കേട്ടോ. ആമേൻ. അപ്പം നിങ്ങൾക്ക് എന്തുണ്ട്? ഇതെല്ലാം ചെയ്യുവാൻ കഴിയും. ആമേൻ. അപ്പോൾ ഈ തുടക്കം മുതൽ ഞാൻ പറയുന്നത്, രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സമയത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശു എൻ്റെ വേദന വഹിച്ചിരിക്കുന്നു, യേശു എൻ്റെ രോഗം വഹിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നുണ്ട്. രോഗക്കിടക്കയിലെ കിടക്കുന്ന ഒരു കാലിലും കയ്യിലും ഒക്കെ കൈവച്ചിട്ട് പറയും, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത് ഞാൻ കേട്ടു, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം. എല്ലായിടത്തും ഈ സാക്ഷ്യം ഞാൻ ഈ സാക്ഷ്യം പറയുന്നവർ എന്തുകൊണ്ടാണ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലരുണ്ട് സൗഖ്യം നടന്നാൽ മിണ്ടത്തില്ല, നാണക്കേടാ പറയാൻ.
ആ രോഗമുണ്ടെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം. എനിക്കിത് ഭയങ്കര കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി വലിയൊരു രോഗമാണ്. ഒരു നാണക്കേടുമില്ല. രോഗം ഉണ്ടെന്ന് പറയാൻ. യേശു സൗഖ്യമാക്കിയെന്ന് പറയാൻ എന്തോ ഒരു നാണക്കേടല്ലേ? യേശു അത്ഭുതം ചെയ്തെന്ന് പറയാൻ എന്തോ ഒരു നാണക്കേട്. ആ രോഗം വന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല, നാണക്കേടില്ല. ആ രോഗമാണെന്ന് പബ്ലിക്കായിട്ട് പറയാൻ നമുക്ക് നാണക്കേടില്ല. പക്ഷേ യേശു സൗഖ്യമായെന്ന് പറയാൻ നിങ്ങൾ ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകളൊന്നും എനിക്ക് അയക്കരുത്. ഈ സമയത്ത് കമൻറ്റ് ചെയ്യരുത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. എല്ലാവരും ക്ലോസ് ചെയ്ത് നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അയക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇത് കേട്ട് കഴിയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ വചനം കേൾക്കാതെ ഒരു വഴിയും തുറക്കത്തില്ല പ്രിയരെ. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ വഴി തുറക്കുന്നത്. ഇതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇവിടെ കേട്ടോണം. അപ്പോൾ രോഗികളുടെ മേൽ ഞാനൊരു വാക്യങ്ങൾ എടുക്കാം. എല്ലാവരും ഈ വാക്യം ഒന്ന് വായിച്ച്, എല്ലാവരും ഈ വാക്യങ്ങളൊന്ന് വായിച്ച്, എല്ലാവരും ഈ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദം എനിക്കിങ്ങനെയുള്ള കഴിവുണ്ടോ എന്ന് വെച്ചാൽ ആർക്കാണ് ഈ കഴിവുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ബ്രദറെ എനിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ട്. ഇതാണ് നിങ്ങളുടെ യോഗ്യത. അതിന് പ്രത്യേകിച്ച് അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. യേശുവിൻ്റെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ പ്രഹസനങ്ങളല്ല, ധൈര്യത്തോടെ യേശുവിനെ വിശ്വസിക്കുന്നതാണ് അഭിഷേകം. നിങ്ങൾ ഈ വാക്യം നോക്കിക്കേ. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമ്മൾ ഇവിടെ മൂലം വായിക്കും, 18 മൂലം ഞാൻ വായിക്കുകയാണ്. മർക്കോസ് നമ്മൾ എപ്പോഴും വായിക്കുന്ന 16 ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, കുടുംബ പ്രശ്നമായിക്കോട്ടെ, കർത്താവ് ആ വിഷയത്തെ പരിഹരിക്കും. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സുവിശേഷം പറയുക, കർത്താവിൻ്റെ നാമം ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, എന്നെ ഒരു ദിവസവും കൂടെ കർത്താവ് ഞാൻ തയ്യാറാണെങ്കിൽ ദൈവം എന്നെ മുന്നോട്ട് നടത്തും. ഞാൻ പറഞ്ഞില്ല, ഈ സൂം മീറ്റിംഗ് എത്രയോ വട്ടം ഞാനിത് നിർത്തേണ്ട രീതിയിൽ അവസ്ഥകൾ എനിക്കുണ്ടായെന്നറിയോ? മാനസികമായി ഞാൻ തളർന്നു പോയ സമയങ്ങളുണ്ട്. പക്ഷേ ഒറ്റ ദിവസം പോലും മുടങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങനെ എന്നാ രസമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും ഇരുന്നുകൊണ്ട് ചായയും കുടിച്ചുകൊണ്ട് ബൈബിൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? പക്ഷേ പല സമയങ്ങളിലും എനിക്ക് മാനസികമായിട്ട് ഒരു ദിവസം പോലും പ്രയർ വെക്കാൻ പറ്റ ചില സന്ദർഭത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. മാനസികമായി ഞാൻ പല സമയങ്ങളിൽ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് സങ്കടപ്പെട്ടിരുന്ന സമയത്തും കർത്താവ് ഈ പ്രാർത്ഥന മുടക്കിയില്ല. കാര്യം ദൈവത്തിന് എന്നെ നടത്തിയേ പറ്റത്തുള്ളൂ. ദൈവത്തിന് എന്നെ ഒരുത്തൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് വില കൊടുത്തും ദൈവം ആ വ്യക്തിയെ നടത്തിയിരിക്കും. നിങ്ങളോട് പറയും, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റൊരാളോട് പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചാൽ നിങ്ങൾക്ക് എന്നാ പ്രതിസന്ധി വന്നാലും കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. കാര്യം നിങ്ങൾ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മൾ ഇന്നലെ കേട്ട വചനത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് കർത്താവ് ആ മനുഷ്യനെ പറയുന്ന വാക്ക് ഒന്നൊന്ന് കേൾക്കാം നമുക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആ വാക്യം കണ്ടത്. ഞാനിപ്പോൾ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. അതായത് അല്പത്തിൽ വിശ്വസനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരം. ആ മനുഷ്യനോട് കർത്താവ് പറ, അയ്യോ നീ കഠിന മനുഷ്യനാ. എന്താണ് അവനെ കഠിന മനുഷ്യൻ എന്ന് വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇതാണ് പലപ്പോഴും നമ്മൾ ഭയങ്കര പ്രാർത്ഥന, പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറല്ല. ഇത് ചിന്തിക്കുമ്പോൾ ആൾക്കാർ ഇന്നത് വലിയ കാര്യമല്ലെന്നേ. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ വ്യക്തിയുടെ ജീവിതം മാറുമ്പം നമ്മൾ പലപ്പോഴും എത്ര പേര് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല അതിശയകരമായ ദൈവപ്രവൃത്തി കണ്ടവർ എത്ര പേരുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത്, പക്ഷെ പ്രാർത്ഥിച്ചപ്പം ഈ ഒരു ദൈവപ്രവൃത്തി ഉണ്ടപ്പോൾ എത്രയൊക്കെ സന്തോഷം ഉണ്ടായി. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എന്നെ കേൾക്കുന്നവർ? ഒന്ന് പ്രതികരിച്ചു. ആമേൻ ആമേൻ. അപ്പൊ നിങ്ങളത് പ്രാർത്ഥിക്കാതിരുന്നിരുന്നെങ്കിലോ? എനിക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പം, ഓരോ ദിവസവും ദൈവം പ്രവർത്തിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ ഒരു ദിവസവും കൂടെ ഒരാൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ടെൻഡൻസി വരിക. നമ്മൾ പറയുന്ന ബ്രദറെ, ഞാൻ ആ രോഗത്തിൽ കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞു, ഇപ്പോഴൊക്കെ വന്നൊരു കയ്യിലൊരു മുഴയായിട്ട് കൈ തിരിക്കാൻ പോലും വയ്യാതിരുന്ന ആള്, വർഷങ്ങളായിട്ട് രോഗത്തിലിരുന്ന ആള്, ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്തിട്ട് മാറാത്ത രോഗങ്ങൾ പല ചികിത്സിച്ചിട്ട്. അപ്പോൾ ഒരു വ്യക്തി പറയും, ബ്രദറെ ആ പ്രാർത്ഥനയിൽ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് കേൾക്കുമ്പം എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു നോർമൽ തലത്തിൽ ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടു, ആ രോഗമുള്ളവന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ പൊട്ടൻചുക്കാട് തൈലം എടുത്തൊന്ന് തിരുമ്,
ഇനി അത് മാറിയില്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സർജറിയോ, അയ്യോ അതൊക്കെ ഞാൻ ചെയ്തു രക്ഷയില്ലോ എന്നാ ചെയ്യാനല്ലേ, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. ചിലപ്പോൾ ആ പ്രാർത്ഥനയായിരിക്കും ആ വ്യക്തിയുടെ ചരിത്രം മാറുന്നത് തന്നെ, അവൻ്റെ ജീവിതം മാറുന്നത് തന്നെ ആ പ്രാർത്ഥനയായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാതെ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങളിങ്ങനെ ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അത് നിർത്തിയിട്ട് മറ്റവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങ് സന്തോഷിക്കും. അപ്പോൾ കർത്താവ് തീരുമാനിക്കും ഇവൻ കൊള്ളാമല്ലോ. അപ്പോഴാണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, ഒരു കടം വന്നു, ഒരു വിഷയം വന്നു, രോഗം വന്നു, എന്തേലും ആയിക്കോട്ടെ, ഒരു പ്രശ്നം വന്ന് നിങ്ങൾ തളർന്നിരിക്കുക. കർത്താവ് ചിന്തിക്കും, ദൈവമേ ഇവൻ എൻ്റെ നാമത്തിൽ ഓടാൻ ഇറങ്ങിയവനല്ല, ഇവന് ഇരുത്താൻ പറ്റത്തില്ല, ഇവനെ ഓടിച്ചേ പറ്റത്തുള്ളൂ എന്ന് ദൈവം തീരുമാനിച്ചാൽ അത് ചിന്തിച്ച് നോക്കിക്കുക. നിങ്ങൾ തളർന്നു പോകരുതെന്ന് ദൈവം തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നെ യേശുവിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ വിഷയങ്ങൾ പിന്നെ ദൈവരാജ്യത്തിൻ്റെ വിഷയമാണ്, നിങ്ങളുടെ ഏത് പ്രതിസന്ധി പിന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രതിസന്ധിയാണ്. അവിടെ ആരാ ഡീൽ ചെയ്യുന്നറിയാവോ? സാക്ഷാൽ യഹോവയാണ് പിന്നെ ആ വിഷയത്തെ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ മതി. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം. ഇത് പലർക്കും അറിയത്തില്ല. ഇതുകൊണ്ട് പിശാചവൻ മുൻകൂറായിട്ടൊരു ഉപദേശം അടിച്ചിറക്കി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ല അടി കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിയോഗത്തിന് വേണ്ടി കുറേ ആൾക്കാർ കാത്തിരിക്കുക. ബ്രദറെ എനിക്ക് ആ നിയോഗം കിട്ടാൻ വേണ്ടി ഇരിക്കുക. ഇതൊക്കെ ഒരു ഉപദേശങ്ങളാണ്, ദുരുപദേശങ്ങളാണ്. അതായത് ദുരുപദേശം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് മനുഷ്യൻ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ കയറി വന്ന ദുരുപദേശമാണ്. ഇത് പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ 70 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം തന്നെ അവരുടെ ഇടയിൽ വലിയൊരു വഴക്കുണ്ടായി. അവരുടെ ഇടയിൽ തന്നിൽ ആരാണ് വലിയവൻ എന്നൊരു ചിന്തയുണ്ടായി. ഈ ചിന്തയാണ് എന്ത് ചെയ്തത്, അവർക്ക് ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ ഈ വാക്യം, ഞാനൊരു വാക്യം ഒന്ന് എടുക്കാമെന്ന് വായിച്ചോണം. മർക്കൂസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ നോക്കി എന്നൊന്ന് വായിച്ചേ പെട്ടെന്ന് നിങ്ങൾ വായിച്ചു നോക്കി. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സർപ്പങ്ങളെ പിടിച്ചെടുക്കുവിൻ, മരണകരമായ യാതൊന്നും കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. എൻ്റെ അർത്ഥം ഞാൻ എപ്പോഴും പറയത്തില്ല, ഇനി കൂടോത്രം ചെയ്ത് കൈവിഷം തന്ന് നിങ്ങളുടെ വയറ്റിലോട്ട് ഇനി കയറ്റി വിട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ ബ്രദറെ ചിലർക്ക് സംഭവിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം അവരത് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ബൈബിള് വിശ്വസിക്കണം, നിങ്ങൾ വചനം വിശ്വസിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്, നിനക്കൊന്നും ഒരു ദോഷവും വരുത്തത്തില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണേ, നമ്മൾ എപ്പോഴും പറഞ്ഞാണ്, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പം നിങ്ങളുടെ കൈ വേണം യേശുവിന് ജനങ്ങളെ സൗഖ്യമാക്കാൻ. നെഗളിക്കരുത് കേട്ടോ, അതൊരു അനുഗ്രഹമായി കൂട്ടിയാൽ മതി. ദൈവത്തിന് കഴുതയെ ഉപയോഗിക്കാം. പഴയ നിയമത്തിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കഴുതയെ സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പോൾ കർത്താവ് പറയണം, രോഗികളുടെ മേൽ കൈവച്ചാൽ നിനക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞാൽ നെഗളിക്കരുത്. ഈ കൈ താഴാൻ ദൈവം ആഗ്രഹിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, രോഗക്കിടക്കിൽ കിടക്കുന്നവർ പറയണം, ഞാൻ ഇവിടുന്ന് എണീറ്റ് യേശുവിൻ്റെ വേല ചെയ്യുമെന്നൊന്ന് തീരുമാനമെടുത്തേ, നിങ്ങളവിടെ കിടക്കത്തില്ല. അല്ലാതെ ഞാൻ സൗഖ്യമായി കഴിഞ്ഞാൽ മിണ്ടാതെ പെരയ്ക്കകത്ത് കയറിയിരിക്കും. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, അവനെ യേശു സൗഖ്യമാക്കി. അവന് നടക്കാൻ പോലും 3 പേര് കൂടി വേണം അവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി. നിലവിളിച്ച് കരഞ്ഞു പോയിരുന്നൊരു ചെറുപ്പക്കാരനാണ്. എങ്ങനെയും അവൻ എന്നെ കയ്യെ ഞാൻ ഇപ്പോൾ കൊണ്ട് ഇറുക്കി പിടിച്ചിട്ട് അവൻ കരയുക, എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം. ഞാൻ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ അങ്ങ് ഞാൻ പറഞ്ഞു, സഹോദരൻ നിൻ്റെ രോഗത്തെ യേശു വഹിച്ചതാ. എന്തായാലും കർത്താവിൻ്റെ കൃപ, ദൈവം അവനെ സൗഖ്യമാക്കി. നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. സൗഖ്യമായതിൻ്റെ പിറ്റേ ദിവസം വല്ല പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി ഒരു സഹോദരി വിളിച്ച് പറയും, ഓ അതിന് പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല സൗഖ്യമായത്, തൃശ്ശൂർ പോയി എന്തോ ഒരു ഓയിൽമെൻറ്റോ എന്ന് തൂത്തപ്പഴ മാറിയത്, അല്ലാതെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. കണ്ടോ നീളം കണ്ടോ? അതുവരെ അവൻ നോക്കാത്ത ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. സൗഖ്യമായപ്പോൾ അവനൊരു നാണക്കേട്, ഓ യേശുവാണത് ചെയ്തെന്ന് പറയാനൊരു നാണക്കേട്. എന്നിട്ട് ബ്രദറിന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടൊരു 100 രൂപയും കൊടുത്ത് വിട്ടു. ഞാൻ തിരിച്ചവന് കൊടുത്തേക്കാൻ പറഞ്ഞ പൈസ കാശിന് വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്. അവനെ രോഗക്കിടക്കയിൽ യേശു അവനെ എണീപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള വേദന കണ്ടിട്ടാണ്. കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത് നിങ്ങളൊരു തീരുമാനം, കർത്താവ് എന്നെ ദൈവം സൗഖ്യമാക്കുമ്പോൾ ഞാൻ അനേകർക്കൊരു അനുഗ്രഹമായി തീരും. മനസ്സിലാകുന്നുണ്ടോ? രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കൈയും കെട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് നിയോഗമില്ല ബ്രദറെ, എനിക്കുള്ള നിയോഗമില്ല, ചാടിക്കേറി കൈ വെക്കുന്നേ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ലെന്ന് യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ വചനം കിടപ്പുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഈ വാക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട വാക്കാണ്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. ഇനി അടുത്ത വാക്യങ്ങളാണ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ഒയ്യോ, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത്? പറ, നിങ്ങൾ ഒറ്റയ്ക്കാണോ രോഗിയുടെ വീട്ടിൽ ചെല്ലുന്നത്? ഒന്ന് പറഞ്ഞു. കണ്ടോ? അയ്യോ, കർത്താവ് കൂടെ വരുന്ന വേലയാണ് സുവിശേഷ വേല. കർത്താവ് കൂടെ വരുന്ന വേലയാണ് സുവിശേഷ വേല. സുവിശേഷം പറയാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അയാളുടെ കൂടെ യേശു വന്നിരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫെബ്രുവരി നടക്കുന്ന എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തെ മീറ്റിങ്ങിൽ ഞാൻ അവിടെ സുവിശേഷം പറയാൻ വേണ്ടി വരുമ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, നമ്മുടെ ടീമിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും നിർബന്ധിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അവിടെ വന്നാൽ മതി, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതി. എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ അവിടെ സുവിശേഷം പറയാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ കൂടെ ആര് വരും? പറ. പിന്നെ എന്നാ വേണം? വേറെ ആര് വന്നില്ലെങ്കിലും കർത്താവ് കൂടെ വന്നാൽ പിന്നെ എന്നാ വേണം? സുവിശേഷം ഒരാൾ പ്രസംഗിക്കാൻ പോയാൽ അവരുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചു. കർത്താവ് അവരുടെ കൂടെ, നിങ്ങളെ വാക്കുകൊണ്ട് കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. സ്വർഗത്തിലോട്ട് കയറിപ്പോയ ആളാന്ന് ഓർത്തോണേ, വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ആളാന്ന് ഓർത്തോണേ. പക്ഷെ ഒരാൾ സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങിയപ്പം അവരുടെ കൂടെ വന്ന് പ്രവർത്തിക്കുക. യേശുവേ നന്ദി കർത്താവേ. ഇതാണ് ഒരു വ്യക്തിയോട് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ സംഭവിക്കുന്നത്. ആമേൻ. എന്നിട്ട് പറയാണ്, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ഇത് ശ്രദ്ധിച്ചോണേ. അപ്പൊ അവര് എന്തവിടെ പോയി പറയണം? അവിടെ പോയിട്ട് എന്ത് പറയണം? നിങ്ങൾ പറയുന്ന അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വ്യക്തിയോട് പറയണം, സഹോദര സഹോദരി, അവർ തകർന്നിരിക്കുമായിരിക്കും, അവർ ആത്മഹത്യയുടെ വക്കിലിരിക്കുമായിരിക്കും, അവർ രോഗത്തിലിരിക്കുമായിരിക്കും, അവർ ഏത് പ്രതിസന്ധിയിൽ ഇരിക്കുമായിരിക്കും. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ അകത്തൊരു കോൺഫിഡൻസ് വേണം. അയ്യോ, ഞാനൊരു വേലക്കാരനാണ്. അയ്യോ, അത് ബ്രദറെ എൻ്റെ അമ്മാച്ചൻ്റെ മോളുടെ വീടാത്, എന്നാലും മറക്കരുത് നിങ്ങളൊരു വേലക്കാരനാണ്. അവിടെ പോയിട്ട് വചനം പറയുമ്പം ദൈവം വചനത്തെ അങ്ങ് ഉറപ്പിക്കും. ഹല്ലേലൂയ. അപ്പം നമുക്ക് എത്രത്തോളം ധൈര്യം തരുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം. ഇനി ചില ആളുകൾ മസിൽ പിടിച്ചിരിക്കും, ചിലരുടെ അകത്ത് തെറ്റായ കാഴ്ചപ്പാടുണ്ട്. ചിലർ എത്ര വചനം കേട്ടാലും പറയും എനിക്കതൊന്നും അല്ല വിശ്വാസം, അതാണിത്. ചില തെറ്റായ വിശ്വാസങ്ങൾ അകത്തിരിക്കുന്നവർക്കകത്ത് വിടുതലുകൾ സംഭവിക്കുവാൻ താമസം വരും, തെറ്റായ കൺസെപ്റ്റുകൾ. അപ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്. പല സ്വഭാവക്കാരും പല കൺസെപ്റ്റും. അതുകൊണ്ടാണ് കൃപാവരങ്ങളിലൂടെ നമുക്കത് തിരിച്ചറിയണം ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞ ദൈവകൃപയാൽ എനിക്കൊരു വ്യക്തി എൻ്റെ അടുക്കൽ വരുമ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ 9 കൃപാവരങ്ങളും 7 ആത്മാക്കളും ദൈവത്തിൻ്റെ കൃപയാൽ എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി എന്ന് എൻ്റെ ഉള്ളത്തിൽ സംസാരിക്കുവാൻ തുടങ്ങും. ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ്, ഈ 9 കൃപാവരങ്ങളിലൂടെ ദൈവാത്മാവ് ഇടപെടും. അതിന് എത്ര ട്രിക്ക് ഉപയോഗിച്ച് വന്നാലും, എത്ര ചിരിച്ച് സന്തോഷിച്ചു വന്നാലും അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ഈ 9 കൃപാവരങ്ങൾ, ഞാനത് ക്ലാസ് എടുത്തായിരുന്നു, അതിൻ്റെ ക്ലാസ്സുകൾ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ടെടുക്കാം. നമുക്ക് ഈ 1 മണിക്കൂറൊന്നും പോരാ. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ക്യാമ്പുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. അപ്പം ഈ അടയാളങ്ങൾ ദൈവം ഉറപ്പിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ദൈവരാജ്യം വളരും. അപ്പോൾ ഒരു ചോദ്യം, ഞാൻ പറഞ്ഞാലേ ഉള്ളോ ദൈവരാജ്യം വളരത്തുള്ളൂ? എൻ്റെ സഹോദര, ഈ സഹോദരി, എന്നാ ഭാഗ്യം കിട്ടിയത്, ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു ഭാഗ്യം. നമ്മളെ പറയത്തില്ലേ, എനിക്ക് അമേരിക്കയിൽ പോകണം, ലണ്ടനിൽ പോകണം, ഇറ്റലിയിൽ പോകണം, കാനഡയിൽ പോകണം. എന്തിനു വേണ്ടി അവിടെ പോകുന്നത്? ആ രാജ്യത്ത് ജോലി ചെയ്യാൻ അല്ലേ? ചിലർ പറയത്തില്ല, അയ്യോ എനിക്ക് അവിടെ പോയാൽ രക്ഷപ്പെടും. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിത്തീരും. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നവരുടെ സുവിശേഷം പറയൂ, ബ്രദറെ ഞാൻ സുവിശേഷം പറഞ്ഞാൽ അവർ ബിസിനസ് ഇട്ടേച്ച് പോകും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ ഇട്ടേച്ച് പോകുന്നതിനൊക്കെ പോകും, പക്ഷെ ദൈവം ആയിരങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ചില എന്നോട് പലരും ചോദിക്കും, ബ്രദറെ ചില ജോലി സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് വചനം ഒട്ടിച്ച് വെക്കാൻ പേടിയാണ്, ചിലർക്ക് നാണക്കാര്യം, കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും, പോട്ടെന്നേ.
ദൈവരാജ്യം നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്ന് ഉപയോഗിച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ദൈവരാജ്യം ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ദൈവം ആത്മാക്കളെ കൊണ്ടുവരും. കർത്താവ് ചിന്തിക്കുക, ആ മകൾ അല്ലെങ്കിൽ ആ മകൻ അവിടെ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യുക, അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് വരുന്നവരെല്ലാം സുവിശേഷം പറയുകയും ഒരു വചനമൊക്കെ എഴുതി വെക്കുകയും അവരോട് കർത്താവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നു. എൻ്റെ പൊന്നു സഹോദരി, അങ്ങനെ ചെയ്താൽ ദൈവം ചിന്തിക്കും, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കസ്റ്റമേഴ്സിനെ മൊത്തം ഞാൻ ആ കടലോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഞാൻ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുക, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന യുവ സുവിശേഷരോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചാടിക്കേറി ആദ്യം പ്രസംഗിക്കാൻ നിൽക്കരുത്. എൻ്റെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആദ്യം തന്നെ സുവിശേഷം സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാനുള്ള ഒരു വലിയ ആളായി വരരുത്. ആദ്യം നിങ്ങൾ കസേരയിട്ട് പഠിക്കണം. ആദ്യം നിങ്ങൾ അവിടെയുള്ള ആളുകളെ അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യം ചെയ്യണം. അല്പത്തിൽ വിശ്വസ്തനായിരിക്കണം. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രയറിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വളരെ ഇഷ്ടമുള്ള, ഇന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള, ഞാൻ ആദ്യം എവിടെ ചെന്നാലും കസേരയൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര, ഇന്നും ആ ശുശ്രൂഷ എനിക്ക് ഇഷ്ടമാണ്. കസേരയൊക്കെ ഇട്ട് ആ മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ബോക്സ് എല്ലാം എടുത്തു വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷകളിൽ ഒന്നാണ് ഈ ശുശ്രൂഷ. നിങ്ങൾ ആരും ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യും. കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരാൾ വന്ന കസേരയിൽ ഇരിക്കുമ്പോൾ ഞാനിട്ടൊരു കസേരയാണ്, എനിക്കതിന് പ്രതിഫലമുണ്ട്. അല്ല, ഞാൻ ഇവിടെ നിന്നിട്ട് മസിലും പിടിച്ചിരുന്നത് എന്നാ കാര്യം? അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കസേര എടുക്കുകയും അതൊക്കെ കർത്താവ്, അതാണ് പൗലോസ് തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവരാജ്യം നിമിത്തം ചെയ്യണം. ഒരു വ്യക്തിയുടെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു താക്കോലാണിത്, മറന്നു പോകരുത്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കും. അടുത്ത വാക്യം നോക്കിയേ, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. അപ്പം അവരാൽ നടന്ന അടയാളങ്ങൾ എന്ത് ചെയ്തു? അപ്പം അടയാളങ്ങൾ നടക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അയ്യോ ബ്രദറെ, ഞാൻ ആദ്യം പോയ വീട്ടിൽ ഒന്നും സംഭവിച്ചില്ല ബ്രദറെ, പക്ഷെ അതൊരു വിത്താ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പോയി, എൻ്റെ ചിന്ത എങ്ങനെ, ഞാൻ ആദ്യം പോയ വീട്ടിൽ ഒരു പ്രവൃത്തി നടന്നില്ല, ഒരു അത്ഭുതം നടന്നില്ല, ഭയങ്കര സങ്കടം. എന്നോട് പിശാച് പറയും, കണ്ടോ നീ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ, കണ്ടോ. അപ്പോൾ എനിക്ക് നിരാശ വന്നു. അപ്പം ഞാൻ അടുത്ത വീട്ടിൽ പോകാറായി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആ വീട്ടിൽ കൊണ്ടുവന്ന് വിത്തിട്ടു. ആ സമയത്തൊന്നും നടന്നില്ലെങ്കിലും ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ഞാൻ ആ വീട്ടിൽ വന്ന് വചനമാകുന്ന വിത്തിട്ടു. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ വചനമാകുന്ന വിത്തിട്ടെന്ന് പറ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അവിടെ ഒന്നും നടന്നില്ല, വീടിന്റെ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ഒരു ചിന്ത, മനസ്സിൽ നിന്നാണ്ട് പറയും നാണക്കേടായപ്പോൾ ഒന്നും നടന്നില്ല, അയ്യേ, ഇങ്ങനൊരു കളിയാക്ക് നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ചെന്നത് വിജയിച്ചു എന്നും നിങ്ങളെ വിജയം അവിടെ നടന്നില്ല എന്നും പിശാച് നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് പറയുന്ന വാക്കാണ്. അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മ്യൂട്ട് മാറ്റുണ്ടെന്ന് പറഞ്ഞ്, അതോ ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ? ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഒത്തിരി താമസമാണ് റിപ്ലൈ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ എൻ്റെ ഓർത്ത് എപ്പോഴാണ് അതൊരു എക്സാക്റ്റ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ അത് ആവശ്യം വരും. അതായത് എന്നെ കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസ സ്നേഹിതനായ ഒരു കൂട്ടുകാരൻ്റെ അമ്മയാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ തളർന്നു കിടന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ചെല്ലുന്നത്. അവന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നും നടന്നില്ല. അവരോർത്ത് ഇപ്പം ആ തളർവാദ രോഗി എണീറ്റ് വരും, ഇപ്പം അവൻ എണീറ്റ് നടക്കുമെന്ന് പറയും. ഒന്നും നടന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസം, എനിക്കൊരു മടി തോന്നി, ഞാൻ വിശ്വാസാൽ ബലപ്പെടുത്തി, കർത്താവ് നിൻ്റെ രോഗത്തെ വഹിച്ചു. അവരെ എൻ്റെ ഡ്യൂട്ടി ഇതാ, നിന്നെ പ്രാർത്ഥിച്ച് എൻ്റെ കരം വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇനി ഫോണിലൂടെ ആണെങ്കിലും അല്ലാത്തതാണല്ലോ എൻ്റെ ഡ്യൂട്ടി, നിനക്ക് വേണ്ടി നിന്നെ എണീപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാനത് ചെയ്തിരിക്കും, എൻ്റെ വിശ്വാസത്തിൽ ഞാനത് നടന്നിരിക്കുന്നു. നീ സൗഖ്യമായിരിക്കുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു, നീ സൗഖ്യമായിരിക്കുന്നു. ഒന്നും നടന്നില്ല. ഞാൻ അവിടെ നിന്ന് പോന്നപ്പം കാറിൽ കയറിയപ്പോൾ പിശാച് എൻ്റെ ഉള്ളിൽ പറയാം, നാണക്കേടായിപ്പോയി, കണ്ട ഒന്നും സംഭവിച്ചില്ല. ഇതിങ്ങനെ മനസ്സിൽ അലട്ടുക. 3 ആഴ്ചത്തിന് ശേഷം, എനിക്കൊന്ന് 3 ആഴ്ച 1 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ആ വഴി ഇതുപോലെ ഇവരുമായിട്ട് പോകുന്ന സമയത്ത് ഈ ആൻറ്റി ഫ്രണ്ടിലുണ്ട്, ഓടിക്കുന്നത് ആൻറ്റിയുടെ മോന, ഞാൻ പുറയിലിരിക്കുക, ഞാനും വേറെ ബ്രദറും ഉണ്ട്. പെട്ടെന്ന് ഈ ആൻറ്റി പറയോ, ബ്രദറെ നമുക്ക് ഈ വീട്ടിൽ കയറിയിട്ട് പോകും. എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ പിന്നെയും വന്ന് നാണക്കേട്, പിന്നെയും ഓടി വന്ന് പിശാചിൻ്റെ ചിന്ത, അയ്യോ നീ ഇന്ന് നാണം കെടാൻ വേണ്ടി പോവാണോ, ഇന്ന് നാണം കെടാം. അപ്പം ഞാൻ ഹൃദയമേ കാറൊന്ന്, എൻ്റെ മനസ്സൊക്കെ പറയും, പക്ഷേ കാറൊന്ന് ഈ വഴി വരണ്ടായിരുന്നു, ഈ വഴി പോകണ്ടായിരുന്നു എന്നിങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ അരമതിലേൽ ഇരിക്കുക.
കാറിൽ തന്നെ ഇരിക്കുക ഞാൻ. അപ്പം ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇവൻ എങ്ങനെയുണ്ട് ഇവൻ്റെ ഇത് കാര്യം? അപ്പോൾ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ അവൻ്റെ ശരീരത്തിൽ വ്യത്യാസങ്ങളുണ്ടായി, അവൻ്റെ കൈകാലുകളെ പിന്നത്തേതിൽ അനങ്ങാൻ തുടങ്ങി, അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോൾ അവൻ ഒരു കുഴപ്പമില്ല, ഞാൻ പറയാൻ മറന്നുപോയാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം 3-4 ആഴ്ചയായിട്ട് ഇതും പറഞ്ഞുകൊണ്ടാണ് പുള്ളി എന്നെ ഇട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക, വിശ്വാസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇത് കൊണ്ടുവരിക. അപ്പം നിങ്ങളൊരു വിത്തിട്ടാൽ ചിലപ്പോൾ അത് ഒരു ഒറ്റയടിക്ക് മുളച്ചിലെന്ന് വരും. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. ചിലപ്പോൾ അപ്പം കണ്ടില്ലെന്ന് വരും. ചിലത് അപ്പം റിസൾട്ട് വേണം. ചിലത് ഇൻസ്റ്റൻ്റ്ലി സൗഖ്യം നടക്കും. ചിലത് സൗഖ്യം മാത്രം ചിലപ്പോൾ ഒറ്റയടിക്ക് വിടുക. പിന്നീട് പറയും, ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പറയും, സഹോദരി അന്ന് പറഞ്ഞ ആ വചനം ഉണ്ടല്ലോ, പിന്നീട് എനിക്ക് അനുഗ്രഹമായി മാറി. കാര്യം ഇത് വിത്താ സഹോദരങ്ങളെ. നിങ്ങൾ പോയി വചനം പറയുമ്പോൾ ആ വിത്തിട്ടിട്ടാണ് വരുന്നത്. ദൈവം അത് മുളപ്പിക്കുന്ന ദൈവമാണ്. വിത്തെറിയാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൃഷി അറിയത്തില്ല. ഞാൻ പോയിട്ട് കണ്ടത്തിൽ കൊണ്ടുവന്ന് നെല്ല് വിതച്ചാൽ എനിക്കതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയാത്തത് കൊണ്ട് ചുമ്മാ കൊണ്ടുവന്ന് ക്രിക്കറ്റ് കളിക്കുന്ന പാടത്തിൽ കൊണ്ടുവന്ന് വിത്തിട്ടാൽ മുളയ്ക്കത്തില്ല, ഫലം കഴിക്കത്തില്ല. അത് കൃഷിക്കാരനെ അറിയത്തുള്ളൂ, അതിൻ്റെ സീസൺ അറിയത്തുള്ളൂ, മണ്ണ് എങ്ങനെ ഇളക്കണമെന്ന് അറിയത്തുള്ളൂ. ദൈവത്തിന് എന്നെ വേണം, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. അതിനെൻ്റെ കഴിവ് കണ്ടിട്ടൊന്നുമല്ല, എൻ്റെ കാഴ്ച കണ്ടിട്ടൊന്നുമല്ല. കർത്താവ് പറഞ്ഞത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് യേശു ലൂക്കോസിൻ്റെ 10 പറയുന്നു. കൃപ, ഇതിനാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച്, ആ കുടുംബക്കാർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, സ്വന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ എപ്പോഴും പറഞ്ഞു, എന്നെ വിളിക്കുമ്പോൾ ബ്രദർ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന്. പലരും ഭയങ്കര ഭയഭക്തി, സങ്കടത്തോടെ അങ്ങനെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ വളരാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. വളരണം നമ്മൾ. അങ്ങനെ വളർന്നാൽ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ആമേൻ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പറ്റുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ വിശ്വസ്തരാകണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ദശാംശങ്ങൾ കൊടുക്കാനോ സ്വോത്രകാഴ്ചകൾ കൊടുക്കാനോ ആയിരിക്കും പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബ്രദറെ എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റത്തില്ല ബ്രദറെ, എനിക്ക് കൂടാൻ പറ്റാത്തൊരു സാഹചര്യം ബ്രദറെ, പക്ഷേ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് വിതയ്ക്കാൻ പറ്റുന്ന ബ്രദറെ, മതി. അതിൽ വിശ്വസ്തരായിരിക്കുക. ഇല്ല ബ്രദറെ എനിക്ക് അതൊന്നും പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് അത്രയൊന്നും ഇല്ല ബ്രദറെ, പക്ഷേ എനിക്ക് 10 കസേര പറ്റുന്നുണ്ട് ബ്രദറെ, അതിൽ വിശ്വസ്തരായിരിക്കുക. കണക്ക് നോക്കിയല്ലോ, ഞാൻ ആ കസേര ഇട്ട ബ്രദർ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പോലും ഇല്ല ബ്രദർ മൈൻഡ് പോലും. ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിൽ ഇറങ്ങിയ കാലം പോലെ ദൈവം എനിക്കൊരു കൃപ തന്നു. ആരുടെയും മുഖം നോക്കത്തില്ല, ആരുടെയും ഞാൻ എന്നും പ്രാർത്ഥിച്ചു, കർത്താവ് ആരും എന്തെങ്കിലും പ്രശംസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല, എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിട്ടൊരു മനസ്സ് ദൈവം തന്നു. പലരും സംഭവിക്കുന്നറിയാവോ, എന്നോട് പറയുമ്പോൾ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാം പ്രാർത്ഥനയിൽ പ്രയത്നിച്ചത്, പക്ഷേ എന്നെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, അടുത്ത എവിടെയോ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലാതെ അവർ കളഞ്ഞതല്ല. കാര്യം നിങ്ങൾ അവിടെ ചിലപ്പോൾ നിന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പോകത്തേയുള്ളൂ. ദൈവത്തിന് നിങ്ങളെ ഓടിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് അതിലോർത്തൊരു ഭാരവുമില്ല. അതുകൊണ്ട് എന്നെ ആര് പരിഹസിച്ചാലും, ഇനിയിപ്പോൾ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവസരങ്ങൾക്ക് വേണ്ടി ഒന്നും എനിക്ക് അവസരങ്ങളിൽ വലിയ ലഹരിയൊന്നുമില്ല. കർത്താവാണ് നമുക്ക് അവസരം തരുന്നത്. നിങ്ങളോട് സുവിശേഷം പറയാൻ തരുന്ന ഈ അവസരം ദൈവം തരുന്നതാണ്. ഒരു വ്യക്തിയോട് യേശുവിനെ പറയാൻ പറ്റുന്നുണ്ടോ? ദൈവം തന്നെ അവസരവാ സഹോദരി. ഇന്ന് രാവിലെ കൂടെ ഞാൻ ഒരാളുടെ യേശുവിനെ പറ്റി പറയാൻ എനിക്ക് ഇടയായിത്തീർന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുടെ ഒരു വ്യക്തിയോട്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വേറൊരു കാര്യം സംസാരിച്ച് വന്ന ഒരു വ്യക്തിയാണ്. കാര്യോട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് യേശുവിനെ വലിയ സന്തോഷം. എനിക്ക് കാര്യം ഒരു വാക്കെങ്കിലും അധികം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവം ഇടയാക്കി. അത് ഞാൻ വലിയ ദൈവം ഉപയോഗിച്ചതാണ്. അപ്പം നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ദൈവം ചില അവസരം തരും. ചിലപ്പോൾ ഒരു നാളെ കളിയാക്കുമായിരിക്കും, വലിയ പ്രാർത്ഥനക്കാരി വന്നേക്കുന്നു, അതിന് പ്രതിഫലം ഉണ്ടെന്ന് എൻ്റെ കൂടെ പറയാം. എല്ലാത്തിനും എനിക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറ. എല്ലാത്തിനും എനിക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയോ മറ്റവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് സുവിശേഷ വേലയാണ്, ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തുണ്ടാകും? കർത്താവ് എൻ്റെ കൂടെ പ്രവർത്തിക്കും. ഞാൻ പറയുന്ന വചനങ്ങളെ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിക്കും. അപ്പോൾ പറയാതെ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? യേശുവിനെ പറ്റി പറയണം. ഈ ബ്രദർ എനിക്കുള്ള ബൈബിൾ പാണ്ഡിത്യം ഒന്നുമില്ല, യേശു രക്ഷിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, അതിനുവേണ്ടി ബൈബിൾ പാണ്ഡിത്യം എല്ലാം വേണം.
യേശു കർത്താവ് ഇതിൻ്റെ രോഗത്തെ വഹിച്ചു എന്ന് പറയാൻ ബൈബിൾ പാണ്ഡിത്യം വേണം. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് നീ ഇനി പാപിയല്ല, നിന്റെ പാപത്തെ യേശു വഹിച്ചു, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ. ബൈബിൾ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ദൈവം നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കും. ദൈവം അധികത്തിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ലോകം മുഴുവൻ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ സംബന്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നിർബന്ധം പറയാത്ത, ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാൻ ആളെ കൂട്ടുക എന്നൊരു ലക്ഷ്യം എനിക്കില്ല. ദൈവം എൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ദൈവഹിതമുള്ളത് വന്നാൽ മതി. ഞാൻ ഈ സൂമിലും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ദൈവഹിതമല്ലാത്തതെല്ലാം പോട്ടെ. എനിക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഞാനിവിടെ നിങ്ങൾ നിൽക്കാൻ വേണ്ടി ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ നിങ്ങൾ നിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ഹിതമുള്ളതെല്ലാം നിൽക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം പോട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ. ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് മാറിപ്പോവും. ചിലതൊക്കെ മാറിപ്പോകുമ്പോൾ ഓർത്താൽ മതി, ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നുള്ളതൊക്കെ എൻ്റെ അടുത്തോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നടക്കാൻ പോകുന്ന ഏത് പ്രാർത്ഥനയിലും എനിക്ക് എത്ര പേര് കൂടുന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം കർത്താവ് ആഗ്രഹിക്കുന്നതും ദൈവഹിതമുള്ളതെല്ലാം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ വന്നില്ലെങ്കിൽ വേണ്ടെന്നേ, നിർബന്ധമില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ ദൈവം ഒരുക്കും. ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, രോഗത്താൽ ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം. ഞാനൊരു 1-2 സാക്ഷ്യങ്ങൾ ഇന്ന് കേൾപ്പിക്കാനുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എനിക്കൊന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാനതെനിക്ക് 1-2 ഞാൻ കേട്ടതൊക്കെ മിസ്സായിപ്പോയി. ഒരു സഹോദരി എന്നോട് ഇന്നലെ പറയുവാൻ, വേറൊരു സഹോദരി എനിക്ക് അയച്ചു തന്ന ഒരു സാക്ഷ്യമാണ്. എനിക്ക് വന്നത് സാക്ഷ്യം എനിക്ക് വന്നത് കേൾക്കാൻ പറ്റിയില്ല. അത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി തിരക്കിലായിപ്പോയി. നാളെ ഞാൻ ആ സാക്ഷ്യത്തെ നിങ്ങൾക്കത് കേൾപ്പിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം തന്നെയായിരുന്നത്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഇടപെട്ട, നാളെ ഞാൻ കേൾപ്പം, എന്നെ ഓർപ്പിച്ചോണം ആ സാക്ഷ്യത്തിൻ്റെ കാര്യം. അപ്പോൾ ഒരു ദൈവിക ആലോചനയുടെ നിവൃത്തിയിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി തീർത്തത് വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നത്. ഞാനത് കേട്ടിട്ട് പക്ഷേ ഞാൻ അവിടെ വെച്ചത് കേട്ടത് എനിക്കത് നോക്കാൻ പറ്റിയില്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ദൈവപ്രവൃത്തികളെ നിറയ്ക്കുമാറാകട്ടെ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം എൻ്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നല്ലോ. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ദൈവത്തിൻ്റെ വലിയ മഹത്വത്താലും വീര്യത്താലും ദൈവനെ നിറയ്ക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് എന്നിട്ട് പറ, യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം ഞാൻ രോഗിയായി കിടക്കേണ്ടതല്ല. ഇത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. രോഗം ദൈവം തരുന്നതല്ല. രോഗം എനിക്കുള്ളതല്ല. വേദന കർത്താവ് സാക്ഷാൽ അവൻ്റെ രോഗത്തെ വഹിച്ചു, സാക്ഷാൽ അവൻ്റെ വേദനകളെ ചുമന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, യേശുവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് തകരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. പറയണം, കർത്താവേ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, ഞാൻ താഴ്ച. നമ്മൾ ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് ബിസിനസ്സുകൾ വേണം, എനിക്ക് പുതിയ സംരംഭങ്ങൾ വേണം, എനിക്ക് നന്മയുടെ വഴികൾ വേണം, കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് വിതയ്ക്കുവാൻ അനുഗ്രഹങ്ങൾ വേണം, എനിക്ക് വർധനവ് വേണം. ഈ വാക്യം നിങ്ങളൊന്ന് വായിച്ച്, ഈ വാക്യം എൻ്റെ കൂടെ എന്ന് പറ. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നവർ, അത് കൂടാതെ രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞ്, ഇത് കണ്ടേ, സാക്ഷാൽ എൻ്റെ രോഗത്തെ യേശു വഹിച്ചു, എൻ്റെ വേദനകളെ യേശു ചുമന്നു. പറഞ്ഞുകൊണ്ടിരുന്നേ, എൻ്റെ രോഗം യേശു വഹിച്ചു. എൻ്റെ അർത്ഥം ഈ രോഗം ദൈവം തരുന്നതല്ല. ദൈവം രോഗം തരത്തില്ല, ദൈവം വേദന തരത്തില്ല. അതിൻ്റെ അർത്ഥം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്ന് അല്ലാത്തത് എനിക്ക് വേണ്ട. ദൈവത്തിൽ നിന്നല്ലാത്ത എനിക്ക് രോഗം വേണ്ട. ഈ രോഗം എനിക്ക് വേണ്ട, ഈ വേദന എനിക്ക് വേണ്ട. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞുകൊണ്ടിരുന്നേ, ആ കരമെടുത്ത് വെച്ച്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുകയാണ്. ആൽബർട്ട് എന്ന് പറയുന്ന
ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഈ ആൽബർട്ടിൻ്റെ ഭവനത്തിൽ ആ ഭവനവുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ജോൺസനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കും. ജോൺസൺ എന്നു പേരുള്ള ഒരു വ്യക്തി ആ കുടുംബത്തിലല്ല, ഭവനവുമായിട്ട് ബന്ധത്തിലുള്ള ഒരു വ്യക്തിയും കൂടെ ഞാൻ കാണുകയാണ്. ജോൺസൺ, ആൽബർട്ടും ജോൺസനെ ഞാൻ കാണിക്കുവാണ്. പക്ഷേ എന്നെ കർത്താവ് കുടുംബം എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കണ്ണുനീര് ആ കുടുംബത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി കണ്ണുനീര് കാണുന്നതിൻ്റെ അത് ഞാൻ പറയുന്നത് ഒത്തിരി നഷ്ടങ്ങൾ പേറിയൊരു കുടുംബമാണ്. ഒത്തിരി ആഗ്രഹമുണ്ട്, രക്ഷപ്പെടുവാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും കരകയറാൻ കഴിയാതെ വണ്ണം പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു കുടുംബമാണ്. എന്നാൽ യേശു തന്ന അധികാരത്തിൻ്റെ മേൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാണ്. ആ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ ആൽബർട്ടിൻ്റെ ഭവനത്തെ നോക്കിയിട്ട് കർത്താവ് പറയാൻ പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കർത്താവ് എന്നൊരു ഭവനം കാണിക്കുകയാണ്. ഈ വീടിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് ഈ മുരിങ്ങയുടെ മരമുള്ള, മുരിങ്ങ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയ്ക്ക വളരുന്ന ഒരു മരമുള്ള വീടിനെ കർത്താവിനെ കാണിക്കും. പക്ഷേ വീടിൻ്റെ വലത്ത് ഭാഗത്ത്, അത് വീടിൻ്റെ പുറത്തോട്ടിറങ്ങിയാൽ വലങ്കൈ നീട്ടിയാൽ കാണുന്ന ഒരു സ്ഥലത്തേക്ക് ഈ മരം നിൽക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ മണ്ണുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. കുറേ നാളുകളായിട്ട്, കുറേ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു 12 വർഷത്തെ കണക്ക് പറയുന്ന ഒരു യേശുവിൻ്റെ നാമത്തിൽ ഒരു ആധിപത്യം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിറ്റ് വെറുക്കിക്കൊണ്ട് മാറ്റിയാൽ മതിയെന്ന് പറയുന്ന രീതിയിൽ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം ഇട്ടേച്ച് പോയാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ചില വാക്കുകൾ പറയുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, ഇന്ന് നിങ്ങൾ ഈ മ്യൂട്ട് മാറ്റിയവർ പറയാൻ വേണ്ടി ആണെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ, ആലോചനകൾ പറയാൻ വേണ്ടി ഉള്ളവർ മാത്രമേ മ്യൂട്ട് ഈ സമയത്ത് മാറ്റാവുള്ളൂ, അല്ലാത്തവർ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞത് സൂമിലും ലൈവിലും എല്ലാം പോകുന്നു. ഈ സമയത്ത് ആരും പ്രതികരിക്കില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മുഴുവൻ. ഒരു മിനിറ്റ് ആലോചന മുഴുവൻ കേട്ട് നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എല്ലാവരും ഇപ്പം മ്യൂട്ട് ചെയ്ത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അടുത്ത ആലോചന കേൾക്കുമ്പോൾ, എൻ്റെ കൂടെ ഈ സമയത്ത് രോഗികളാണ്, ഞാനിപ്പോൾ ചോദിക്കും, കർത്താവിൻ്റെ സൗഖ്യം അവകാശമാണ്, രോഗവുമായിട്ട് ഇരിക്കരുത്. രോഗം യേശു ഇഷ്ടപ്പെടുന്നില്ല. പറയണം, എൻ്റെ യേശുവിന് ഇഷ്ടമല്ല. ഞാൻ രോഗിയാകുന്നത് യേശുവിന് ഇഷ്ടമല്ല. എൻ്റെ രോഗത്തിൽ ഞാൻ ദൈവം സന്തോഷിക്കുന്നില്ല. ഞാൻ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ലോകം കണ്ട എല്ലാ ഹോസ്പിറ്റലിലും കയറി നടക്കാൻ വേണ്ടി അല്ല യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത്. കർത്താവ് മുറിവേറ്റത് എൻ്റെ രോഗസൗഖ്യത്തിനും എൻ്റെ അത്ഭുതത്തിനും എൻ്റെ സമാധാനത്തിനും വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ പേരേ കാണുന്നുള്ളൂ, ഞാൻ വ്യക്തി എനിക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. ഞാൻ പത്രോസിൻ്റെ ഭവനത്തെ കർത്താവിനെ കാണിക്കുന്ന ഒരു വിൽപത്രം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു വിൽപത്രത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, വലിയൊരു കുരുക്ക് കിടക്കുന്നു. ആ കുരുക്ക് നിമിത്തം ആ വസ്തുവിൻ്റെ മേലിൽ കാണുന്നൊരു കാഴ്ച, ആ വസ്തുവിൻ്റെ അകത്തേക്കുള്ളൊരു കുരുക്ക് കർത്താവ് ഇന്ന് അഴിക്കുകയാണ്. ഓ യേശുവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവോട് പറയുന്നു, ആ ഒരു സ്ഥലവും ആ ഒരു ആധാരമാണ് ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത്. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, അവകാശങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പോവാണ്. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ ആധാരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് ആ വിഷയത്തിലെ കുരുക്കുകളെ മൊത്തവും ദൈവം മാറ്റിയിട്ട് നാട്ടിൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ തന്നെ പത്രോസിൻ്റെ ഭവനത്തിൽ എസ് എന്ന പേരിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ വിഷയത്തിൻ്റെ മേൽ എന്നെ കാണിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം ചില അവകാശങ്ങൾ വീണ്ടും തുറക്കാൻ വേണ്ടി പോവാണ്. അത് വലിയൊരു സാക്ഷ്യമായിട്ട്
ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് അങ്ങയുടെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ ഈ നിമിഷം ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ, ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ജോലിയിൽ ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. എൻ്റെ കൂടെ പറ, വായ്പ മേടിക്കത്തില്ലെന്ന് പറ. വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ. നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയരുതേ, പറയണ്ട. നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ബ്ലെസ് ചെയ്യുന്നപ്പോൾ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെട്ടവരോ വേദന മാറിയവരോ അവർ മാത്രം, ഈ സമയത്ത് അങ്ങനെ അനുഭവം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചവരോ വേദന മാറിയവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ടെ. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞേ. ഇന്നലെ പ്രാർത്ഥിച്ചില്ലായിരുന്നു. ഞാൻ പറയട്ടെ പറഞ്ഞു, ഒരു മിനിറ്റ്. ബ്രദറെ, ഉച്ച തൊട്ടേ എനിക്കൊരു നടുവിന് ഭയങ്കര വെട്ടലായിരുന്നു. ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, യേശുവിന്റെ മുറിവിനാൽ. ഇപ്പൊ ഞാൻ ഇത് കേട്ടോണ്ട് വയ്യാതെ തീരെ ഇതായി കിടക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് പൂർണ്ണമായി ഞാൻ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട് വേദനയുണ്ടോ എന്ന്. പക്ഷെ എനിക്കൊന്നും അനുഭവപ്പെടുന്നില്ല വേദനയായിട്ട്. യേശു സൗഖ്യം തന്നതിനായി. അത് വലിയൊരു സാക്ഷിയോടെ. കാര്യം തിരിഞ്ഞു പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വേദന കൊണ്ട് ഭാരപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയിട്ട് ആ വേദന അവിടെ ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ വേദനയിൽ നിന്ന് മാറിയവര്? ഞാൻ എൻ്റെ 3 ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് എൻ്റെ കൈ ഭയങ്കര ചൊറിച്ചിലാണ്. ഒരു ചൊറിഞ്ഞ് തടിക്കും. അത് കൈമുട്ടിൻ്റെ അവിടെ തൊട്ട് ഈ കൈപ്പത്തിയുടെ ഇവിടം വരെ ഇങ്ങനെ അതിന് 2 കൈയിലും ഉണ്ട്. അപ്പം ഞാൻ ഇന്നലെ മിനിയാന്ന് ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിട്ട് തടിഞ്ഞു. ആ പ്രാർത്ഥനയുടെ സമയത്ത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി. അപ്പം ഞാൻ ഇന്നലെ സാക്ഷ്യം പറയണം വിചാരിച്ചു. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല. ഇന്നലെ ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയമായപ്പോഴത്തേനും അതേപോലെ ചൊറിച്ചിൽ വന്നു. അപ്പം ഇന്നലെയും എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നും സെയിം അതേ സമയം 9:30 ആയപ്പോഴത്തേനും എൻ്റെ കൈ അതുപോലെ ഭയങ്കരമായിട്ട് ചൊറിച്ചില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മാറി. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെ കേട്ടോ. കാര്യം എപ്പോഴും ഇങ്ങനെ കൈ ചൊറിഞ്ഞ് തടിച്ചു വരും, പക്ഷെ വിട്ടുകൊടുത്തില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ വന്നത് അതുപോലെ തന്നെ ചുങ്ങിപ്പോയി. കർത്താവ് സൗഖ്യമാക്കിയിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അതുപോലെ തന്നെ ബ്രദർ അന്നൊരാളും പറഞ്ഞിരുന്നല്ലോ, പിന്നെ വീടിന്റെ വലതുവശത്തേക്ക് ഇറങ്ങുമ്പം പിന്നെ വലതുവശത്ത് തമിഴ്ക്കാരാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അന്ന് അവരുടെ വീട്ടില് അതിനുശേഷം 3 വെള്ളിയാഴ്ചയായിട്ട് അവരുടെ റിലേറ്റീവ്സ് 3, അതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 3 പേര് മരിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരോട് എനിക്ക് അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു അവരോട് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ അവരോട് പോയി പറയുക എന്ന് എനിക്കൊരു മൊട്ടയായിട്ട് എങ്ങനെയാ പറയുക എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു മനസ്സിനൊരു തയക്കമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ അവര് ഒരു വടക്കിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ പ്രാർത്ഥന ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ ഇതുപോലെ അടയാളങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ എന്താണെങ്കിലും നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എനിക്കിത് പറയാനായിട്ട് അവരോട് പറ്റിയതൊക്കെ. തൊട്ടടുത്ത റൂമാണ്, ഒറ്റൊരു മതിലിൻ്റെ ഇതേ ഉള്ളു കാര്യം. പക്ഷെ അത് പറയണം സിസ്റ്റർ. നമുക്ക് ആലോചനകൾ കേൾക്കുമ്പം അവരോട് പറയണം, അവരെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ്. നമ്മുടെ കർത്താവ് നമ്മളെയാണ് ദൈവം അവിടെ ആക്കി വെച്ചത് അവരുടെ വിടുതലിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചാടി പറഞ്ഞോണം. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ മെസ്സേജുകൾ കേൾപ്പിക്കണം, അവരെ കർത്താവ് അത് പ്രവർത്തിക്കുമെന്ന് പറയണം കേട്ടോ. ദൈവം ചിലത് വെളിപ്പെടുത്തും, നമ്മൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിലൂടെ. ഞാൻ ഒരു നിമിഷം ഒരു വാക്ക്, ഒരൊറ്റ സെക്കൻഡ്, എനിക്ക് പെട്ടെന്ന് കർത്താവ് എന്നെ ഈ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു സ്ഥലം കർത്താവിനെ കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജാനകിയുടെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്
ഞാനിങ്ങനെ കാണുന്ന ഒരു കാഴ്ച അതാണ്. ജാനകി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഏറ്റെടുത്തോണം. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അനർത്ഥം കയറത്തില്ല. അത്ഭുതത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടും. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. അവിടെ നിന്നിട്ട് കൽപ്പിച്ചോണം, എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല എന്ന് പറയുവാൻ കർത്താവ് പറയുന്നു. ആ വ്യക്തിയും അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പറഞ്ഞോണം. ഈ ദിവസങ്ങളിൽ വരുന്ന വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ ചഞ്ചലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഭയപ്പെടരുത്. ഉടനെ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് മുന്നമേ കർത്താവ് കാണിച്ചെന്നാണ്, ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല എന്നുള്ളത് ഏറ്റെടുത്തോണം കേട്ടോ. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുത്തു, കർത്താവ് അത്ഭുതമാക്കി മാറ്റും. ആമേൻ. ബ്രദർ അതെന്റെ ആരാ വീടാണ്. ഞാൻ കടലിന്റെ കൊടുങ്ങല്ലൂർ അഴീക്കോടാണ് എന്റെ. ഈ ജാനകി എന്ന് പറഞ്ഞ ആരായിരുന്നത്? അമ്മയാണ്. അമ്മ മരിച്ചുപോയി. എന്റെ അമ്മയുടെ പേര് ജാനകി. കടലിന്റെ ജാനകിയുടെ ഭവനം എന്നാണ് ഞാൻ കാണിച്ചത്. ജാനകിയുടെ ഭവനത്തിൽ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നല്ലേ? ഞാൻ എന്റെ ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരും. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകട്ടോ. എന്നോട് പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ, കടൽ തീരത്ത് വല്ലാണ് വീടുന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ബ്രദറെ. അത് ഏറ്റെടുത്തോട്ടെ. കർത്താവ് അത് വേഗത്തിൽ, എനിക്കറിയത്തില്ല, ഇത് നമ്മൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് പറഞ്ഞാണ്, വേഗത്തിൽ ജാനകിയുടെ ഭവനമാണ്, കടൽ തീരത്തിന് അടുത്തുള്ള വീടാണ്. പെട്ടെന്ന്, എനിക്കറിയത്തില്ല സഹോദരി, അവർക്ക് വേണ്ടി പ്രത്യേകം അവരോട് പറയണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തിയതാണ്, ഇത് കേൾപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടാവും, പക്ഷെ പതറിപ്പോകരുത്. കർത്താവ് അതിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയുന്ന ഒരു വാക്കാകട്ടെ. എനിക്ക് അങ്ങനെ കർത്താവിനെ നിർബന്ധമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് തന്നെയാണ് കേട്ടോ ദൂത്, വേറെ ആരോടും ഏറ്റെടുക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ് ആ ദൂത്. എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അത് ഏറ്റെടുത്തു കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും രോഗസൗഖ്യത്തിന്റെ സാക്ഷിയുള്ളവർ പെട്ടെന്ന് പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് എണീച്ചപ്പോ തൊട്ട് എന്റെ ഈ ഇടത്തെ സൈഡിൽ, വാരിയലിന്റെ സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. പിരിയാനും ഒക്കത്തില്ല, എനിക്ക് ഒന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല, ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. പക്ഷെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചോണ്ടേ നടന്നു ബ്രദറെ. ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. തിരിഞ്ഞും എല്ലാം നോക്കി ഞാൻ, ഒരു വേദന. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അങ്ങ് വിടിവിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട്, ഇന്നലെ എനിക്കൊരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വീട്ടിൽ പോകാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അവര് ശ്രീലങ്കക്കാരി ചേച്ചിയാണ്, അവര് മുസ്ലിമാണ് പുള്ളിക്കാരി. ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ബ്രദറെ, വെരിക്കോസിന്റെ അസ്വസ്ഥതയാൽ അവർ ഭാരപ്പെടുന്നെന്ന്. പക്ഷെ ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആ കാലെ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ. എന്നിട്ട് ഈ ലിങ്ക് അവർക്ക് കൊടുത്തു, യൂട്യൂബിന്റെ. അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, യേശുവിന്റെ തിരുവുറുനാൾ സൗഖ്യം എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ ഇടയായി ബ്രദറെ. തീർച്ചയായിട്ടും അതിന് പ്രതിഫലമുണ്ട്. കർത്താവിൽ അത് സന്തോഷിക്കുന്നു. നിങ്ങൾ ആ ഭവനത്തിൽ പോയി കർത്താവിനെ കൊടുക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു, അതിന് പ്രതിഫലം ദൈവം തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദർ ഇന്നലെ വിരലിന്റെ അടയാളം പറഞ്ഞില്ലേ ബ്രദർ? ഞാൻ ഇന്നലെ പോയ ആ വ്യക്തിയുടെ കാലിന്റെ തള്ള വിരല് പോയിട്ട് ബാക്കി വിരലെല്ലാം മുറിച്ചിരുന്നു ബ്രദർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു ബ്രദർ. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ബ്രദർ തുരുതുരാ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിന്ന് ഉതിർന്നോണ്ടേയിരുന്നു ബ്രദർ. ആ കുടുംബത്തിൽ അവരെ ബലപ്പെടുത്തണം. അവരെ ബലപ്പെടുത്തുന്നോട് പറയണം, കർത്താവ് നിങ്ങളെ സഹായിക്കും. മുന്നോട്ട് ഇനിയും കർത്താവിൽ വിശ്വസിക്കുക, നഷ്ടങ്ങൾ വരാതെ അവരെ ബലപ്പെടുത്തണം. ഇനി മുന്നോട്ട് ഒന്നും പോലും, ഒരു വിരലോ കാലോ കയ്യോ ജീവിതത്തിൽ ഒരു നഷ്ടവും വരാതെ യേശുവുമായിട്ട് ചേർന്ന് നിൽക്കുക. അനർത്ഥം വിട്ടു ഒഴിയുമെന്ന് പറയണം കേട്ടോ. ചില അടയാളങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, ചില അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു മടിയും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ആ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ദൈവം ചില അടയാളം തരുമല്ലോ, ചില ആളുടെ പേരുകൾ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഒരു മടി വേണം. ചിലപ്പോൾ നമുക്കൊരു ഒരു മടി കാണും. പക്ഷേ കർത്താവ് എനിക്ക് ആ വീട്ടിൽ പോയി പറയാൻ ഒരു ധൈര്യമില്ല. നിങ്ങൾ കർത്താവ് എനിക്കൊരു അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോയി പറയാനൊരു മടി കാണുമായിരിക്കും. പക്ഷേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കർത്താവ് എനിക്കൊരു ധൈര്യം തരണം, അവരോട് ഏതെങ്കിലും ഒരു അവരുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്കൊരു അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ കർത്താവ് ഒരു അവസരത്തെ തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പോയി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ,
അത് കർത്താവ് അതിന് പ്രതിഫലം ഉണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ പറഞ്ഞു. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയട്ടെ പറഞ്ഞു. ബ്രദറെ, ഫോണില് ഞാൻ ഒരു അമ്മേനെ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവർക്ക് ഒരു ക്യാൻസർ വന്നിട്ട് വായക്ക് നാവ് മുറിച്ചിന്, സംസാരമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ അമ്മേനെ മനസ്സ് കണ്ടും കൊണ്ട് അവർ നന്നായി മോള വിളിക്കുക എന്നെ. പിന്നെ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കണ്ടതാ, ഒരു ചർച്ചിൽ പോയ സമയത്ത് കണ്ടതാ. അപ്പോൾ ഞാൻ അവരുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിൽപ്പെട്ടതാണ് ഞാൻ, അവരും അതെ. അപ്പോൾ അങ്ങനെ ദിവസങ്ങളായിട്ട് 3 മണിക്ക് എഴുന്നേറ്റിട്ട് അവർക്ക് വേണ്ടിയിട്ട് മനസ്സിൽ ആ അമ്മയെ കണ്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ആ മോള് വിളിച്ച് എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവം, ഊമരെ സംസാരിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ കർത്താവ്, ആ അമ്മ സംസാരിക്കുന്ന, ഞാൻ അങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആ അമ്മക്ക് സൗഖ്യം വന്ന് നല്ല മാറ്റം വന്നിട്ട് ഇന്നലെ ആ മോൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ആൻറ്റി അമ്മക്ക് നല്ല മാറ്റമുണ്ട്. അമ്മേനെ കണ്ടിട്ടുള്ളൂ, പിന്നെ കൈവെക്കാൻ ദൂരെയാണ്, അവർ കോഴിക്കോടാണ്, ഞാൻ കണ്ണൂരാണ്. അപ്പോൾ ഫോണിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അമ്മേനെ മനസ്സ് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ കർത്താവിനോട് ഞാൻ പറഞ്ഞത്, ആ അമ്മ സംസാരിക്കും, ഊമരെ സംസാരിപ്പിച്ച് എൻ്റെ ദൈവം ആ അമ്മയെ അമ്മ സംസാരിക്കുന്നതായിട്ട് ആ മകൾ എന്നെ വിളിച്ചു പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും മിസ്റ്റർ, അത് വലിയൊരു സാക്ഷ്യമാണ് മിസ്റ്റർ പറഞ്ഞത്. പറയാനുണ്ട്. എൻ്റെ അനുജത്തിൻ്റെ മോള് കോളേജിൽ പഠിക്കുന്ന, അവർ കൂടി ഈ മോളെ ഞാൻ പ്രാർത്ഥിക്കലിൻ്റെ ഇടക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ കുറേ ആൾ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് അനുജത്തിമാർ അവരെ മക്കളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മകൾ കോളേജിൽ പഠിക്കുന്ന മോള് ചില സമയം പഠിക്കാത്ത സമയത്ത് രാവിലെ പുലർച്ചെ എഴുന്നേറ്റിട്ട് ഞാനിരുന്ന് വിളിക്കും, പ്രാർത്ഥിക്കും. ആ മകളെ ഒരു ഫ്രണ്ട്, ഒരു മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടിക്ക് വായക്ക് എന്തോ ഒരു ക്യാൻസർ വരേണ്ട എന്തോ ആണ്. എങ്ങനെ ഒന്നും കഴിക്കാൻ കഴിയില്ല. വെറും എന്തെങ്കിലും ജ്യൂസെല്ലാം അടിച്ചിട്ട് ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞ്, അമ്മമ്മ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ അസുഖമുണ്ട്, വായക്കപ്പോഴും മാസ്ക് ഇട്ടിട്ടാണ് വരുന്നത്, ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഉച്ചക്കെല്ലാം, അമ്മമ്മ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ മകളെ എനിക്കറിയില്ലെങ്കിലും കർത്താവിന് ആ മകളെ അറിയാലോ, അത് മനസ്സിൽ വെച്ചും കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കലുണ്ട് ദിവസവും. ആ മകൾ ഇന്നലെ ഡോക്ടർക്ക് പോയപ്പോൾ പറഞ്ഞു പോലും, ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ ഇന്നലെ ഡോക്ടർക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പോലും നല്ല മാറ്റമുണ്ട്, അടുത്ത മാസം മാസ്ക് മാറ്റാൻ പറ്റും, ഭക്ഷണമെല്ലാം ശരിക്കും കുറച്ച് മറ്റുള്ള തരത്തിലുള്ളതെല്ലാം കഴിക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ ഒരുപാട് ഞാൻ കർത്താവിന് മഹത്വപ്പെടുത്തി. കാരണം ഞാൻ കൈവെക്കാൻ പോയിട്ടില്ല, ആ മോളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ മകളെ കർത്താവിനറിയാം. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് ആ മകളെ അറിയാം, എനിക്കേ അറിയാണ്ടുള്ളൂ. ആ മകൾക്ക് വേണ്ടി മകളെ പേരും പറഞ്ഞിട്ട് ഞാൻ ദിവസം 3 മണിക്ക് എഴുന്നേറ്റിട്ട് അങ്ങനെ ഒരു 3-4 ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. മാത്രമല്ല എന്നെ ഇതിലേക്ക് ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്താനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും ആ ഒരു ഉപദേശിച്ചു തന്ന ബ്രദറിനോടും ഒരുപാട്. കാരണം ഇതുവരെ ഇങ്ങനെയൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതും ആ ഒരു പ്രാർത്ഥിക്കാനുള്ള ആ ഒരു നമുക്ക് ഒരു ടെൻഡൻസി വരുന്നതും. ബ്രദറിനും നന്ദി, കർത്താവിനും കൂടി നന്ദി. തീർച്ചയായിട്ടും മിസ്റ്റർ, ഗോഡ് ബ്ലസ്. സിസ്റ്റർ ചെയ്ത വലിയൊരു ശുശ്രൂഷ പറഞ്ഞു കേട്ടില്ല, ഒരു ധൈര്യം കിട്ടിയ ആ വചനം കേട്ടപ്പോൾ. നിങ്ങൾ 2 പ്രാവശ്യം കടലിൽ ക്യാൻസർ വന്നിട്ട് നാക്ക് മുറിച്ച് കിടന്ന ആളാണ്. അപ്പോൾ തളർന്ന ആ ശരീരം അത്രത്തോളം വീക്കായ ബോഡിയാണ്. പക്ഷെ എന്നിട്ടും പോയി പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തി ആ മകൾ വിളിച്ചു ക്രിസ്തു വിശ്വാസിയേ അല്ല, പക്ഷെ അവർ വിളിച്ചു പറഞ്ഞു, വലിയ മാറ്റം കാണാൻ പറ്റി, വലിയ പ്രവൃത്തി അവിടെ കാണാൻ പറ്റി. അവർ വിശ്വസിച്ച പോലെ തന്നെ കർത്താവ് സംസാരിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൃപ ദൈവം കൊടുത്ത്. മാത്രമല്ല പറഞ്ഞ പോലെ തന്നെ ആ ഒരു രോഗത്താൽ ഇരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, അവർക്കും വലിയ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന ഇത് വല്ലതും കാണാൻ പറ്റുമോ? നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന ഇതിലെല്ലാം പ്രതിഫലം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. ഇതിനെല്ലാം നിങ്ങൾ കടക്കാരല്ല, കർത്താവ് ആർക്കും കടക്കാരനല്ല. അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് അത് ദൈവം സാക്ഷ്യമാക്കി നിങ്ങളെ ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? വീടിന്റെ വലതുവശത്ത് മുരിങ്ങയില നിൽക്കുന്നു പറഞ്ഞില്ല ബ്രദറെ? വീടിന്റെ വലതുവശത്ത് മുരിങ്ങയില നിൽക്കുന്നു പറഞ്ഞ് 12 വർഷമായിട്ട് എങ്ങനെയെങ്കിലും വിറ്റിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന. അങ്ങനെ പിന്നെ പേരിന്റെ കൂടെ എസ് പറഞ്ഞായിരുന്നു ബ്രദർ, ഒരു പേര് എസ് സജി എന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഓ സ്വോത്രം. എത്ര പേര് ദൂത് കേട്ടായിരുന്നു? ആ പ്രവചനം എത്ര പേര് കേട്ടു? വിഷമിക്കുന്നു, എങ്ങനെയെങ്കിലും പോയാൽ മതി, അടുത്ത് ബ്രദറെ കേട്ടു. സിസ്റ്ററെ എങ്ങും ഓടണ്ട, ഒരു മിനിറ്റ് എങ്ങും ഓടണ്ട.
ആ എന്റെ ഈ ഒരേ വീടിന്റെ ആലോചന വലതുവശത്ത് മുരിങ്ങയുണ്ട്. കേട്ടോ എന്റെ ഒരു പേര് മിനിറ്റ് ഷീല എന്നാണ്. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. ഈ നിങ്ങൾ ാണ് എങ്ങും ഓടേണ്ട കാര്യമില്ല. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു. നമ്മൾ ഓടാനല്ല, നിൽക്കാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ. കർത്താവ് നമ്മളെ നിർത്തുക തന്നെ ചെയ്യും കേട്ടോ. അവിടെ തന്നെ ഫലം കഴിക്കണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം, രോഗസൗഖ്യത്തിന് ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രദർ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ചോദിക്കുന്നത്. ആ പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. 2-3 ദിവസം മുമ്പേ എനിക്ക് ചെവിക്ക് എന്റെ വലത് ചെവിക്ക് ചെറിയൊരു വേദന. അതത്ര കാര്യമായി പ്രാർത്ഥനയിലോട്ട് വെച്ചുമില്ല. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോ ചെവിക്ക് വേദന. ഞാൻ അപ്പൊ തന്നെ കൈ വെച്ച് 2-3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവിന്റെ തിരുമുറുനാന്റെ ചെവി വേദന സൗഖ്യപ്പെട്ടിരിക്കുന്നു 2-3 വട്ടം പ്രാർത്ഥിച്ചപ്പോ ആ വേദന പൂർണ്ണമായിട്ട് വിട്ടുപോയി. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി നോക്കും ചെവിയില്ല. അപ്പൊ വേദനയില്ല. അത് പൂർണ്ണമായി ഈശോ എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. ആമേൻ. കർത്താവേ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. വിരലിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇന്നലെ വിരലിന്റെ കാര്യം പറഞ്ഞില്ലേ? പക്ഷെ എനിക്ക് അത് ഒന്നും അന്നേരം ഇച്ചിരി കുറവ് കിട്ടി. പിന്നെയും ഇങ്ങനെ തരിപ്പ് കയറി വരുക. എന്നാൽ പിന്നെയും റാഡിക്കിസ്റ്ററെ എപ്പോൾ തരിപ്പ് പൂർണ്ണമായിട്ട് മാറ്റം വരുന്നു അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ രോഗമുള്ളോട് പറയുകയാണ്, സൗഖ്യമാകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാര്യം യേശുവിൻ്റെ മുറിവ് നമ്മുടെ സൗഖ്യം തന്നെയാണ്. സൗഖ്യമാകാത്തൊരു പരിപാടിയില്ല. സൗഖ്യമായേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വചനം മാഞ്ഞു പോകണം. ആ വചനം ഒരിക്കലും മായത്തില്ല. നമ്മുടെ രോഗത്തിനെ മാറാൻ പറ്റത്തുള്ളൂ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുണ്ടോ? പറഞ്ഞു. ഒരു മിനിറ്റ്. ഇന്ന് രാത്രിയോട് ചേച്ചി വന്നായിരുന്നു ബ്രദറെ. ആ ചേച്ചി ജോലിക്കായിട്ട് പോയായിരുന്നു. അപ്പോഴാ ചേച്ചി എന്നോട് പറഞ്ഞു, വേദന കാരണം വയ്യ മോളെ, വയറുവേദന സഹിക്കാൻ വയ്യ, അടിവയറ് ഭയങ്കര വേദന, ഒരു വീട്ടിൽ ജോലിക്ക് ഇരിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീടിനകത്തോട്ട് നമ്മുടെ മുറ്റത്തോട്ട് ചേച്ചി വിളിച്ച് ചേച്ചിയുടെ ഞാൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. അപ്പോഴും ചേച്ചി പറഞ്ഞു, എന്തെങ്കിലും കഴിച്ച ഉടനെ ഭയങ്കരമായിട്ട് വയറ് വീർക്കും, അതിന്റെ ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചി അങ്ങ് പോയി. ഇപ്പൊ രാത്രിയിൽ ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്, സൗഖ്യമായി, നല്ല സന്തോഷമായെന്ന് പറഞ്ഞു. ആ വെപ്രാളം അങ്ങ് മാറിയെന്നിപ്പോ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞാനൊരു സാക്ഷ്യം പറയാനാണ് വിളിക്കുന്നത്. പറഞ്ഞോ. ഹലോ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയാനാ വിളിക്കുന്നത്. ഞാനൊരു 2-3 മാസമായിട്ടുണ്ടാവും ഇത് സൂമിലാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് ഞാൻ യൂട്യൂബിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് സൂമിൽ വരാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഭാരപ്പെട്ട് എനിക്ക് സൂമിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എനിക്കൊരു ശരിക്കും ഭാരം ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്ന, എനിക്ക് ഈ ഇടത്ത് കൈക്ക് എനിക്കൊരു സ്ട്രോക്ക് വന്ന ആളാ. എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്. അതിന്റെ കൂടെ എനിക്കൊരു സ്ട്രോക്ക് വന്ന ആളാ. എന്റെ ഈ ഇടത്ത് വശം മൊത്തം തളർന്നു പോയി. എനിക്ക് സംസാരിക്കാനോ എനിക്ക് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അപ്പൊ എനിക്ക് ഒരു 4 വർഷമായി ആ സ്ട്രോക്ക് വന്നിട്ട്. പക്ഷെങ്കില് എനിക്ക് അതിൻ്റെതൊക്കെ പോലുള്ള അംഗവൈകല്യങ്ങളോ അല്ലെ വേറൊരു കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തമ്പുരാൻ എനിക്ക് രോഗസൗഖ്യം തന്നു. എന്നാലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നല്ല രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷനും ഉണ്ട്, മരുന്നും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാലും എനിക്ക് അന്നേരം ഈ ഇടത്ത് കൈക്ക് ഒരു വലിയൊരു ആ മസിലിന്റെ അവിടെ ആയിട്ട് എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. എനിക്ക് ഈ പ്രയർ നടക്കുമ്പോ എനിക്ക് ഈ കൈ അടിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ കൈ അങ്ങ് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്കങ്ങ് അസ്വസ്ഥതയായിരുന്നു. ബ്രദറിന്റെ പ്രാർത്ഥന കേട്ട് ഒരു ദിവസം കൊല്ലത്തൊരു സഹോദരി പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോ വയറ് വീർത്ത് വരുന്നു എന്നുള്ള ആ സാക്ഷ്യം എല്ലാ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ കൈക്ക് കൈ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അത് ആ വേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന് അലർജിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് കണ്ണിന് നല്ല ചൊറിച്ചിലും
ഇതൊക്കെയായിരുന്നു. അപ്പൊ പിന്നെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണില് കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ കണ്ണിന് ഒരു വലിയൊരു സുഖം കിട്ടി. എനിക്കിപ്പോ ഞാൻ കുറെ നാളുകൾ ഈ രണ്ട് വേദനയും സിസ്റ്റർക്ക് എത്ര നാളുണ്ടായിരുന്നു? കൈയുടെ ഈ വേദനയും ഇപ്പൊ പറഞ്ഞ പോലെ ആ ബുദ്ധിമുട്ടും കണ്ണിനും എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു? എനിക്ക് അലർജി കുറെ നാളുകളായിട്ടുണ്ട്. അലർജിയുടെ തുമ്മലും ചീറ്റലും കണ്ണിക്കൂടെ വെള്ളം വരിക കുറെ വർഷങ്ങളായി അലർജിയുടെ പ്രശ്നമുണ്ടായി. കൈയുടെ ഇപ്പൊ കുറച്ചിടെയായിട്ടേ ഉള്ളു വന്നിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വീട് പത്തനംതിട്ടയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഖത്തറിന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാന് എന്താ പറയണ്ടേ, എനിക്ക് നമ്മള് തുണിയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് സ്റ്റാൻഡിലൊക്കെ വിരിക്കുമ്പോ കുടഞ്ഞു വേണ്ട വിരിക്കാൻ. എനിക്ക് കുടയാൻ പറ്റത്തില്ല. കുടയാൻ പറ്റുമ്പോഴത്തേക്ക് ഈ കൈ അങ്ങോട്ട് പൊളന്ന് പൊട്ടുക, എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എനിക്ക് ഒരുപാടല്ല കൈയുടെ അത് പൂർണ്ണമായിട്ട് മാറി ആ വേദന. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൈക്കകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കണ്ണിന് അലർജി നിമിത്തമുള്ള ചൊറിച്ചിലുകളുണ്ടായിരുന്നു. നോക്കിയിരിക്കുമ്പോൾ അത് രണ്ടും കർത്താവ് സൗഖ്യമാക്കി. ആ പ്രഷറിനോടും ഷുഗറിനോടും പറയണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് പ്രഷറോ ഷുഗറോ, ഒരു കാര്യം ഉറപ്പിച്ചു, യേശുവിൻ്റെ തിരുമുറിവിനാൽ മാറാത്ത രോഗമില്ല. പ്രഷറിനോട് പറയണം, നീ സൗഖ്യമായേ പറ്റത്തുള്ളൂ. കർത്താവ് ഷുഗറോട് പറയണം, നീ നോർമൽ ആയേ പറ്റത്തുള്ളൂ. ഞാൻ യേശുവിൻ്റെ മുറിവിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ രോഗത്തെ അല്ല വിശ്വസിക്കുന്നത്, സൗഖ്യത്തെയാണ് വിശ്വസിക്കുന്നത്. ഈ കേട്ട സാക്ഷി നിഷ്ഠ കൈയും കണ്ണും സൗഖ്യമായ കർത്താവിന് അക്കൗണ്ടും സൗഖ്യമാകാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ പറയണം, കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു തന്നെ പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ക്ലിയർ അല്ലേ സിസ്റ്ററെ? എന്റെ വീടിന്റെ വലതുഭാഗത്ത് എന്റെ വീട്ടിലെ മോളുണ്ട് എനിക്ക്. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് എന്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ ലിസ്റ്റർ, ഒരേ ആലോചന വന്നവർ നിങ്ങളിത് പറയണമെന്നില്ല, ഏറ്റെടുത്താൽ മതി. അത് നിങ്ങൾ എടുത്തു പറയണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ ആലോചന ഒരാൾ പറഞ്ഞതിന് ശേഷം നിങ്ങളത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അതിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ ഇടയായിത്തീരും കേട്ടോ. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സ്തോത്രം. എനിക്ക് ഷോൾഡറിന് നല്ല വേദനയായിരുന്നു. പിന്നെ ഞാൻ ബ്രദറൊക്കെ വേദന ഉള്ളിടത്ത് കൈവയ്ക്കാൻ പറഞ്ഞ് അപ്പോഴും ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്ന അപ്പം തന്നെ ആ വേദന കിട്ടും. 2-3 ദിവസമായിട്ട് എനിക്ക് കൈ ഉറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേദന കാരണം. പക്ഷെ അത് നന്നായിട്ട് അപ്പം തന്നെ പെട്ടെന്ന് എനിക്ക് ആ വേദന പെട്ടെന്ന് അങ്ങ് നിന്നു. അതെനിക്ക് വലിയൊരു അത്ഭുതമാണ്. ആമേൻ. തീർച്ചയായിട്ടും അത് പിടിച്ചു കെട്ടിയുള്ളതുണ്ട്. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. എനിക്കൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു ബ്രദറെ. കഴിഞ്ഞ ദിവസം ഈ 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ പാസ്റ്ററുടെ മെസ്സേജ് ഇതുപോലെ കേട്ടോണ്ട് ഞാൻ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് പിന്നെയും കിടന്നപ്പോ ഞാൻ പാസ്റ്ററുടെ ഈ മെസ്സേജ് എടുത്ത് കേട്ടോണ്ട് കിടന്നു പറഞ്ഞ ഒരു ചെറിയ മയക്കത്തില് പിന്നെ ഞാൻ എന്താ പറയണ്ടേ, പാസ്റ്ററുടെ മീറ്റിംഗ് നടക്കുന്ന ഞാൻ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പാസ്റ്ററെ അതുപോലെ കാണുക. പാസ്റ്റർ ഒരു നല്ല തൂവെള്ള, അത് ആ വെള്ളയുടെ കാര്യം എടുത്തു പറയണം. കാര്യം ആ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് പാസ്റ്റർ ക്ലാസ് എടുക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ കയറി വന്ന് ഞാൻ അങ്ങോട്ട് കയറി വരുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞു, പിന്നെ സിസ്റ്റർക്ക് ഇന്ന പിന്നെ വരം തന്നിട്ടുണ്ടെന്ന്. 2 പ്രാവശ്യം എടുത്തെടുത്ത് എന്നോട് പറഞ്ഞു. ആ ഒരു സംഭവം അതും എനിക്ക് ഒരു വലിയ സാക്ഷ്യമായിരുന്നു ബ്രദറെ. ഞാൻ അതുപോലെ കണ്ടു. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് കൃപാവരങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ, ഉപയോഗിക്കപ്പെടുമാറാകട്ടെ കേട്ടോ. പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക. കർത്താവ് എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ബ്രദറിന്റെ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് രാവിലെ ഭയങ്കര തുമ്മൽ അലർജി ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഇല്ല. 12 മണി വരെ വെയിൽ നല്ല വിറയ്ക്കുന്നത് വരെ എനിക്ക് തുമ്മൽ അലർജിയാണ്. എനിക്ക് എങ്ങും രാവിലെ പോവാനോ വാഹനം ഓടിച്ച് പോവാനോ ഒന്നും പറ്റത്തില്ല തുമ്മല് കാരണം. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? അത് ഒരുപാട് വർഷം കൊണ്ടേ ഉണ്ടായിരുന്നു ബ്രദർ.
ആ അലർജിയുടെ ബുദ്ധിമുട്ട് സൗഖ്യമായിരിക്കുന്നു അല്ലേ? അതെ, അപ്പൊ നല്ല സൗഖ്യമായി. പിന്നെ അതുപോലെ എനിക്ക് ഇടുപ്പ് കൊളുത്ത് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം വരുമായിരുന്നു. ഇപ്പൊ അതൊന്നും വരുന്നില്ല. അപ്പൊ എല്ലാം കർത്താവേ ഞാൻ ബ്രദറിന്റെ ഈ വചനം കേൾക്കാണ് തുടങ്ങി, ആ വചനം ഉടനെ ഉരുവിട്ട് പറയുമ്പോ എനിക്ക് അത് ഉടനെ അങ്ങ് മാറും. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നതിന് ഒരു നിമിഷം ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ വേലയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളിയാകുവാൻ ലഭിക്കുന്ന അവസരമാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ഇത് കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾ നിമിത്തം, നിങ്ങളെ അനുഗ്രഹിച്ച നിമിത്തം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, ആ അനുഗ്രഹത്തിൻ്റെ അകത്തും നാം വിതയ്ക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലേക്ക് വരുവാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമ്പോൾ എനിക്ക് സുവിശേഷത്തിൻ്റെ അനുഗ്രഹം കൂടെ ലഭിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിതച്ച ആ വിതയിൽ ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് തിന്നാലും കുടിച്ചാലും ഇരുന്നാലും എന്ത് ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിതയായി നന്മയായി കർത്താവ് മാറ്റും. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കൊയ്യുക തന്നെ ചെയ്യും. വായ്പ മേടിക്കത്തില്ല, അനുഗ്രഹിക്കപ്പെടും, ഞെരുങ്ങത്തില്ല, വിശാലതയുണ്ടാകും, നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. തല കുനിക്കത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. അനേകർക്ക് കൊടുക്കുവാൻ സമൃദ്ധിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പിന്നെയും കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. ബ്രദറെ, എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കേണ്ട ബ്രദറിനോട്. ചോദിക്കട്ടെ? ചോദിച്ചോ സിസ്റ്ററെ, അധികം നീട്ടരുതേ. ഇല്ല, എന്റെ സ്പൈനൽ കോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ എന്റെ കാലിന്റെ ബാലൻസ് പോയി. കാലിന് തരിപ്പും പുകച്ചിലുമായി. അപ്പൊ അതിന് പോയി ഡോക്ടറെ അടുത്ത് പോയി സ്കാനൊക്കെ ചെയ്ത് എല്ലിന്റെ സ്കാൻ നോക്കിയപ്പോ എല്ലിന് കുഴപ്പമില്ല, ഞരമ്പിന്റെ സ്കാൻ നോക്കിയപ്പോ ഞരമ്പിനും കുഴപ്പമില്ല. പിന്നെ എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും അതിനൊരു വിടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ബ്രദർ 2-3 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞല്ലോ, ചില രോഗങ്ങൾ മാറാത്തതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടെങ്ങാനും ആണോ ബ്രദറെ? സിസ്റ്ററെ, ആ വാക്യം ഫുള്ള് കേട്ടായിരുന്നു? ആ വചനം മുഴുവൻ കേട്ടായിരുന്നു? ആ വചന ധ്യാനം കേട്ടായിരുന്നു? ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങനെ വരുമ്പം ആ രോഗം മാറാതെ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനൊരു വാക്ക് പറഞ്ഞായിരുന്നു, അങ്ങനെ മാറാതെ നിൽക്കുമ്പോൾ അത് പാറ പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ വചനം കൊണ്ട് അതിനെ പൊട്ടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വചന ധ്യാനം എനിക്ക് പറഞ്ഞത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ഹെഡിങ് ഞാൻ മറന്നുപോയി. അത് വീണ്ടും കേൾക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കേട്ടിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ടും ആ രോഗം അവിടുന്ന് മാറിയിരിക്കും കേട്ടോ. കാര്യം നമുക്ക് മാറത്തില്ലെന്ന് പറയാൻ ബൈബിളിൽ വചനമില്ല. സൗഖ്യമാകുമോ എന്നൊരു സംശയിക്കാൻ ബൈബിളിൽ വചനം ഇല്ലാത്തത് കൊണ്ട് അത് മാറിയേ പറ്റത്തുള്ളൂ, സൗഖ്യമായേ പറ്റത്തുള്ളൂ, അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വചനത്തിൽ തന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവുണ്ട്. അതൊന്നുകൂടെ കേൾക്കുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്തോ ഞാൻ ബ്രദറിന് ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ദൈവം അത്ഭുതം ചെയ്തത് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ്. എന്റെ സഹോദരി അയർലൻഡില് ബ്രദർ ഓർക്കുന്നുണ്ടായിരിക്കും, കൈപ്പത്തിയില് നീര് വന്നിട്ട് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തായിരുന്നു. പെട്ടെന്ന് കൈക്ക് നീര് കൊണ്ടതാണ്. മോതിരവിരലാണ് ആദ്യം നീര് കൊണ്ടത്. അപ്പം മോതിരം പെട്ടെന്ന് അങ്ങ് ഇറുകി, പിന്നെ അത് ഊരാൻ പറ്റാത്ത അവസ്ഥയായി. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഭയങ്കരമായിട്ട് വേദനയും ചൊറിച്ചിലും നീരും, ഈ 3 ഒരുപോലെയാണ്. ക്ലിനിക്കിലൊക്കെ പോയിട്ടും കാര്യം എന്നാന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ചേച്ചി സൂമിൽ ഇത് ബ്രദറിന്റെ മെസ്സേജ് എല്ലാം കേൾക്കുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ രാത്രി മുഴുവൻ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നേരം വെളുക്കാൻ ഞാൻ നോക്കിയിരിക്കും, ഞാൻ ഇവിടുന്ന് വിളിക്കും, അന്നേരം പറഞ്ഞ് കുറവില്ല, ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ ആ ഫോട്ടോയെ കൈവച്ച് ഞാൻ ഒത്തിരി അങ്ങ് ഭാരത്തോടെ ഇങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് ബ്രദറിന് അങ്ങ് അയക്കണമെന്ന്. അങ്ങനെ ഞാനത് ഷെയർ ചെയ്ത്, ഭാഗ്യത്തിന് ബ്രദർ അത് കണ്ടു, ഉടനെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ നേരം വെളുത്തപ്പോഴത്തേനും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നീരെല്ലാം ഇറങ്ങി ഇപ്പൊ എന്താ പരിപൂർണമായി സൗഖ്യമായിരിക്കുന്നു. ബ്രദറിന് 1000 ദൈവത്തിന്റെ സർവ്വമഹത്വം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് എന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ വന്നല്ലോ. ആ മകളെ കർത്താവ് സൗഖ്യം പറഞ്ഞു, നീരപ്പം തന്നെ വറ്റിപ്പോയി, ആ കൈ സൗഖ്യമായിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റി, ദൈവത്തിൻ്റെ സൗഖ്യം കാണാൻ പറ്റി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ.
മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞോ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഹലോ ബ്രദർ. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞോ. ബ്രദർ, ആ സിസ്റ്റർ പറഞ്ഞതുപോലെ ബ്രദറിന്റെ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം എല്ലാം കിട്ടിയത് ബ്രദർ. ബ്രദറിന്റെ വചനം കേൾക്കാൻ തുടങ്ങിയത് തൊട്ട് നമുക്ക് ഒരു നല്ല ഒരു ജീവിതത്തിൽ എന്തൊരു കഷ്ടം വന്നാലും ദൈവം നമ്മളെ കാത്തുകൊള്ളും. നമുക്കൊരു സർവശക്തനായ ഒരു കർത്താവ് നമുക്ക് ഉണ്ടെന്നുള്ള പരിപൂർണമായ ഒരു ഉറച്ച ധൈര്യവും ബലവും ഉണ്ട് ബ്രദർ. ഇപ്പം തീർച്ചയായിട്ടും അത് കർത്താവ് തരുന്ന ധൈര്യമാണ് സിസ്റ്റർ. ഈ വചനം നമുക്ക് കിട്ടുമ്പോൾ വചനം നമുക്ക് ധൈര്യം തരുന്നതാണ്. തീർച്ചയായിട്ടും ആ ധൈര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുക. കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് നന്മ കൊണ്ട് നിറയ്ക്കും കേട്ടോ. ആമേൻ. സ്തോത്രം ബ്രദറിനെ ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ബ്രദർ. ആമേൻ. ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഇപ്പൊ ആര് വന്നാലും അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്ക്. അതാരും പറയുന്നില്ല, വേണ്ട എന്ന് പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ശരീരത്ത് മുഴുവൻ നീരായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ. അപ്പൊ അന്നേരം കുറച്ചൊരു സൗഖ്യം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ശരീരം മുഴുവൻ നീര് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, വേദനയും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റമായി, നീര് മാറി, വേദനയും മാറി എന്ന് പറയാൻ ഇടയായി. അതുപോലെ ആര് വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം ഒരുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്റെ ശരീരത്തിലാണേലും കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ചൂട് കാലത്ത് തുടങ്ങിയത്. ഞാൻ ചൂട് ഉപയോഗിക്കുന്ന ആളാ. ആ സമയം മുതൽ എന്റെ ശരീരത്തിൽ ചൂട് കൂടിയുണ്ടാണ് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ തുടങ്ങി. ചൊറിച്ചിൽ പിന്നെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ പൊട്ടാൻ തുടങ്ങി. അതിങ്ങനെ കുറച്ച് നാൾ നിൽക്കും, വീണ്ടും വരും, അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പം അതിന് പൂർണ്ണമായിട്ടൊരു മാറ്റം ദൈവം 90% മുകളിൽ കർത്താവ് അതിന് മാറ്റം തന്ന് ഒരു ചെറിയൊരു ഇതൂടെ ഉള്ളൂ മാറാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ബ്രദർ പറഞ്ഞൊരു ഫെബിൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടില് ബീന എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട ഫെബിൻ എന്റെ കസിൻ ബ്രദറാണ്. ഫെബിന്റെ അമ്മയാണ് ബീന. അങ്ങനെ ഭവനത്തിൽ പോകാനാ കേൾപ്പിച്ചു കൊടുക്കാനും എനിക്ക് തോന്നുന്നു അവര് ഇന്നലെ മുതൽ കയറിയിട്ടുണ്ട്, ഇന്നും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെല്ലുവാനും ഒക്കെയും ദൈവം ഇടവരുത്തി. എന്റെ വീടിനടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ റിലേറ്റീവ് ആണ്, കസിനാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞത് പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കും. സിസ്റ്റർ അവരോട് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ സൗഖ്യം ലഭിച്ചപ്പോൾ കർത്താവ് സന്തോഷിക്കും. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ യേശു സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തിൽ നിന്നാണ് ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. കൊടുത്ത സൗഖ്യത്തിൻ്റെ മാത്രമല്ല, ദൈവിക ആലോചന പ്രകാരം ആ കുടുംബത്തിൽ ഇടപെട്ടപ്പോൾ അവർക്കത് അയച്ചു കൊടുത്തു, അവരെ ബലപ്പെടുത്തി. നിങ്ങളോട് ദൈവം ഇടപെടുകയാണ്. അവരെ ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും കർത്താവ് ശക്തീകരിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ വളരുക. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹമായിട്ട് മാറ്റും കേട്ടോ. ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയല്ലേ. പറഞ്ഞു. നമ്മളെ ഒരാള് തെറ്റ് ചെയ്താൽ നമ്മൾ പണ്ട് കാലം ചെയ്തതാണ്. പക്ഷെ അവരുടെ തലമുറ എന്ന് വെച്ചാൽ 4 പെൺമക്കളാണ്. അതിൽ 4 പെൺമക്കളില് മൂത്ത ആളുടെ 2ാമത്തെ മോള് മരിച്ച്, രണ്ടാമത്തെ മോളുടെ മോൻ മരിച്ച്, എല്ലാം 22-23 വയസ്സാകുമ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. ഇപ്പൊ 3ാമത്തെ ആളുടെ ഭർത്താവ് മരിച്ച്, 4ാമത്തെ മോൾക്കും ഇപ്പൊ അതുകൊണ്ട് ഭയങ്കര ഭയമാണ്. അപ്പൊ ഞാനപ്പൊ പറഞ്ഞ അവരുടെ അപ്പൻ ഭയങ്കര മന്ത്രവാദം കൂടോത്രമൊക്കെ ആയിരുന്നു. ഞാൻ മരിച്ചൊന്നും അറിഞ്ഞില്ല, എന്റെ വീടിന്റെ അടുത്ത. പക്ഷെ ഞങ്ങളിപ്പോ അവിടെ നിന്ന് പോന്നിട്ട് വർഷങ്ങളായതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ, ഞാൻ എന്റെ നാത്തൂന്റെ വീട്ടിൽ പോയപ്പോ കണ്ടപ്പോ ഇങ്ങനെ ആ വിശേഷം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അവരുടെ അപ്പം ഭയങ്കര മന്ത്രവാദം കൂടോത്രമൊക്കെ ആയിരുന്നു. അത് പുള്ളി ഏറ്റു പറഞ്ഞ ആ ശാപം മാറുമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നോട്. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്. അത് തെറ്റുണ്ടോ ബ്രദറെ?
ഇല്ല, കുഴപ്പമില്ല സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ആ മനുഷ്യനത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ സിസ്റ്ററോട് സംസാരിച്ച് ആ സഹോദരൻ പറയണം. ഇനി ആ ചെയ്ത മനുഷ്യൻ അത് ശാപം വന്നിട്ടുള്ള കുടുംബത്തിൽ തുടർച്ചയായിട്ട് പലതും സംഭവിക്കും, അതിൻ്റെ വീട്ടിൽ ശാപമുണ്ട്. അപ്പോൾ അവിടെ പറയണം. ആ പറഞ്ഞ വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ സിസ്റ്ററോട് സംസാരിച്ച വ്യക്തിയാണ്, കർത്താവ് യേശുവെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, കർത്താവ് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബത്തിലെ ശാപങ്ങളെ നീക്കി എന്നെ കർത്താവിൽ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്താൽ, സമർപ്പിച്ചാൽ കർത്താവ് ആ കുടുംബത്തെ ഏറ്റെടുക്കുകയും ആ കുടുംബത്തെ രക്ഷിക്കുകയും കർത്താവ് ചെയ്യുമെന്ന് പറയണം. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം. നിങ്ങളുടെ ശാപത്തെ യേശു മാറ്റിയിരിക്കുന്നു, കർത്താവിലേക്ക് വന്നാൽ അത് മുഴുവനും മാറിപ്പോകുമെന്ന് അവരെ ബലപ്പെടുത്തണം. കർത്താവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളതാണ്. വചനത്തിലും പ്രാർത്ഥനയിലും വളർന്നാൽ സകല ശാപക്കെട്ടുകളും കർത്താവ് മാറ്റി സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പിന്നെയും നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വോയിസ് റെക്കോർഡുകളായിട്ട് അയയ്ക്കുക. നമ്മുടെ പ്രെയർ ലൈനിലെ നമ്പറുകളുണ്ടല്ലോ, അതിലേക്കൊക്കെ നിങ്ങൾ അയയ്ക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിതിപ്പോൾ പ്രാർത്ഥന നിർത്തുമ്പോൾ ഇനിയും സാക്ഷ്യങ്ങൾ, ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങൾ പറയുവാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെയും പ്രാർത്ഥിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സൗഖ്യമാക്കണം. ഇത് പ്രതിഫലമുള്ളതാണ്. സുവിശേഷത്തിന് പ്രതിഫലമുണ്ട്. ബ്രദറൊന്നും അല്ല തരുന്നത്, ഒരു സംഘടനയും അല്ല തരുന്നത്, ദൈവം നമുക്ക് നേരിട്ട് തരുന്നതാണ്. കർത്താവ് നമ്മളോട് പ്രവർത്തിക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറയുക. വരാൻ പോകുന്ന നമ്മുടെ ഫെബ്രുവരിയിലെ മീറ്റിങ്ങുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് നമുക്കതിനുള്ള ക്രമീകരണങ്ങളെ അടുത്ത ദിവസങ്ങളിൽ തന്നെ 10-12 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ ഹോളുകളും നമ്മൾ ബുക്ക് ചെയ്ത് അതിൻ്റെ ക്രമീകരണങ്ങളെ ആരംഭിക്കും. നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലേക്ക് ഇത് നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ വരുന്ന ആളുകൾ പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന